കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ നല്ലതായ രാത്രിക്കായി കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ബഥേൽ പവർ ഫെസ്റ്റ് എന്ന ഈ സുവിശേഷ യോഗത്തിൽ ദൈവവചനം പ്രഘോഷിക്കുവാനായിട്ട് എളിയവനെ വിളിച്ച എൻ്റെ സംഘാടകരോട്, പ്രത്യേകിച്ച് പ്രിയ ജയംബദർ, പ്രിയ സിസ്റ്റർ, ആ ടീമംഗങ്ങൾ, ഇവിടെയുള്ള ദൈവദാസന്മാർ, ദൈവമക്കൾ ഏവരോടും കർത്തൃനാമത്തിൽ നന്ദി പറയുന്നു. നിങ്ങളെന്നെ ക്ഷണിച്ചതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഈ ദേശത്ത് വന്ന് ഇങ്ങനെയൊരു കൺവെൻഷൻ നടത്തത്തക്കവണ്ണം വാത്സല്യ ദൈവമക്കളുടെ ഹൃദയത്തിൽ ദൈവം കൊടുത്ത വലിയൊരു പ്രചോദനത്തിൻ്റെയും പ്രകാശനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു മീറ്റിംഗ് ക്രമീകരിച്ചതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. വളരെ ദൂരത്തുനിന്ന് യാത്ര ചെയ്ത് വന്ന് ഇവിടെയുള്ള ദൈവമക്കളെ സംഘടിപ്പിച്ച് ഈ ദേശത്തോട് സുവിശേഷം അറിയിക്കുവാൻ ബഥേൽ പവർ മിനിസ്ട്രീസ് അവർ കാണിച്ച ഉത്സാഹത്തെയും എരിവിനെയും തീഷ്ണതയും ദൈവം നീതിയായി കണക്കിടട്ടെ എന്ന് ഹൃദയംഗമായി പ്രാർത്ഥിക്കുകയും പിന്നെയും അവരുടെ വേലകൾ വിശാലമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോൾ തന്നെ എനിക്ക് പ്രിയരായ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അവരെല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പൗർഷനിലൂടെ പ്രിയരായ കുടുംബങ്ങൾ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മളെ സഹായിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഗാന ശുശ്രൂഷ നടത്തുന്ന വാത്സല്യ ടീം, ദൈവം അവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഒരുമിച്ച് ഞങ്ങളെ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈ പുളിയന്മല ഗ്രാമത്തിൽ വന്ന് കർത്താവിൻ്റെ വചനം പങ്കുവയ്ക്കുവാൻ ദൈവം ഒരവസരം കൂടെ തന്നല്ലോ, അതിനായി സ്തോത്രം. ഈ സുവിശേഷ കേൾവിയിലൂടെ ഈ ദേശം അനുഗ്രഹിക്കപ്പെടുവാൻ, സുവിശേഷം ഇന്നും മനുഷ്യ മനസ്സുകൾക്ക് സ്വാന്തനമേകുന്നതും മനുഷ്യനെ വ്യത്യാസപ്പെടുത്തുന്നതും രൂപാന്തരപ്പെടുത്തുന്നതുമായതുകൊണ്ട് ആ സുവിശേഷ ഘോഷണത്തിലൂടെ ജനങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടുവാൻ അങ്ങിടയാക്കും. ഈ ദേശം വചന കേൾവിയാൽ അനുഗ്രഹിക്കപ്പെടട്ടെ പ്രാർത്ഥിക്കുന്നു. എല്ലാ കേൾവിക്കാരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവ് സഹായിക്കും. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ പുസ്തകങ്ങളെ നമുക്ക് തുറക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ദേശത്ത് ഇങ്ങനെ വരുവാനായിട്ട് ദൈവം എനിക്ക് എന്ന അവസരത്തെ, ഒരു പുതിയ സ്ഥലത്ത് വരുവാൻ ദൈവം ഇടയാക്കിയത് ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ ദേശത്ത് ഈ പുളിയമ്പല, ഇവിടെ ഇടുക്കി പലയിടത്തും വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതൊരു സന്തോഷമാണ്. ഒരു ദേശത്ത് പുതുതായിട്ട് വരിക, അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാമത് അധ്യായത്തിൻ്റെ 18-ാമത്തെ തിരുവചനം. 1 കൊരിന്ത്യർ 1:18. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയുമാകും. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വം, രക്ഷിക്കപ്പെടുന്ന നമുക്കത് ദൈവശക്തി. 23-ാമത്തെ വാക്യം, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കും. 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. അപ്പോൾ ഇന്ന് രാത്രി നമ്മുടെ വചനപ്രഘോഷണത്തിൻ്റെ തീം എന്ന് പറയുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ്. എന്തിനാണ് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്? എന്തായിരുന്നു അതിൻ്റെ ഉദ്ദേശം? എന്തിനു വേണ്ടിയാണ് അവിടുന്ന് നമുക്ക് വേണ്ടി ജഡാവതാരം എടുത്തത്? അതിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം എന്താണ്? ഈ വിഷയമാണ് ചിന്തിക്കുക. 2 ഭാഷകളും മനസ്സിലാകുന്നവരായതുകൊണ്ട് ഏറ്റവും ലളിതമായിട്ട് ശാന്തമായിട്ട് പറയാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. തമിഴ് സംസാരിക്കുന്നവർക്കും മലയാളം സംസാരിക്കുന്നവർക്കും ഒരുപോലെ മനസ്സിലാകുന്ന രീതിയിൽ, കാരണം ബോർഡർ ആയതുകൊണ്ട് 2 ഭാഷയും മനസ്സിലാവുമെന്ന് എനിക്കറിയാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങളോ ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വം, രക്ഷിക്കപ്പെടുന്ന നമുക്കത് ദൈവശക്തി. എല്ലാവരും ചേർന്ന് പറഞ്ഞ്, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വം, രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തി. അപ്പോൾ ചിലർക്കത് പോഷത്വമാവും, എന്നാൽ രക്ഷിക്കപ്പെടുന്നവർക്ക്, വിശ്വസിക്കുന്നവർക്ക് അതെന്തായി മാറും? ദൈവശക്തിയായിട്ട് മാറും. എന്തിനാണ് കർത്താവ് ക്രൂശിക്കപ്പെട്ടത്? ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ
തൻ്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചെന്ന് കാണും. ദൈവിക സ്വരൂപം എന്ന് പറയുമ്പോൾ ദൈവം, ത്രിയേക ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ മനുഷ്യനുള്ള ഏറ്റവും വലിയ ഒരു കഴിവ് എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. മനുഷ്യന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പം തന്നെ ഈ യോഗത്തിലിരിക്കുമ്പോൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളവരായതുകൊണ്ടാണ് വന്നത്. നമുക്ക് ഫ്രീഡമുണ്ട്, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഒരിക്കലും നമ്മൾ ദുർവിനിയോഗം ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് വചനത്തിലൊരു വാക്യമുണ്ട്, ദൈവം മനുഷ്യനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചു. അങ്ങനെ ദൈവം തേജസ് കൊണ്ട് നിറച്ച് ദൈവികമായ ഉദ്ദേശത്തോടെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ കഴിവാണ് അവന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ദേഹം, ദേഹി, ആത്മാവാണ് മനുഷ്യൻ. തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള, ഇച്ഛാശക്തിയുള്ള മനുഷ്യൻ. ആ മനുഷ്യനെ ദൈവം ഏദൻ്റെ തോട്ടത്തിലാക്കി വെക്കുകയും അവന് ഒറ്റയ്ക്കിരിക്കുന്ന അന്നലെന്ന് കണ്ട് തക്കതായൊരു തുണിയെ കൊടുത്ത് കുടുംബം സ്ഥാപിച്ച് ദൈവം മനുഷ്യനെ അലങ്കരിച്ച് അനുഗ്രഹിച്ച് ആക്കി വെച്ചു. ഒറ്റ കാര്യം അവരോട് പറഞ്ഞു, തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലത്തിൽ നിന്ന് എന്ത് ചെയ്യരുത്, കഴിക്കരുത്. കഴിച്ചാൽ എന്ത് പറ്റും, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. അങ്ങനെ പറയാൻ കാര്യമുണ്ട്. തിന്മയും നന്മയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനുണ്ടെങ്കിലും മനുഷ്യൻ തിന്മ തിരഞ്ഞെടുക്കാൻ പാടില്ല, കൽപ്പന ലംഘിക്കാൻ പാടില്ല. ദൈവം അതിനുവേണ്ടി അവർക്ക് സവിശേഷമായ വിവേചന ചിന്ത. മൃഗങ്ങളിൽ നമ്മളെ എപ്പോഴും വ്യത്യസ്തരാക്കുന്നത്, മൃഗങ്ങൾ വികാരങ്ങളാൽ നിയന്ത്രിക്കപ്പെടുമ്പോൾ മനുഷ്യൻ വികാരങ്ങളാൽ മാത്രമല്ല, വിവേകം കൂടെ ഉണ്ട്. പക്ഷേ ഇന്ന് മനുഷ്യൻ പലപ്പോഴും, മൃഗപ്രായനായ മനുഷ്യൻ വിവേകരഹിതനായി മാറുമ്പോൾ മൃഗങ്ങളെപ്പോലെ പെരുമാറുന്ന പ്രയാസകരമേറിയ കാഴ്ചകൾ നമ്മൾ കാണുന്നു. പക്ഷേ മനുഷ്യനെ അങ്ങനെയല്ല ദൈവം സൃഷ്ടിച്ചത്. തൻ്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഏദൻ്റെ തോട്ടത്തിലാണ്. അവർക്കെല്ലാം അനുഭവിക്കാം. സാത്താൻ അവരെ വന്ന് ചതിച്ചു. സർപ്പം ഉപായത്താൽ ഹൗവയെ ചതിച്ചു എന്ന് വിശുദ്ധ വചനത്തിൽ കാണാം. ഈ പിശാചിന് അല്ലെങ്കിൽ സാത്താന് ഒരു വലിയ അനന്തരസാധാരണമായ കഴിവുണ്ട്. സാത്താൻ സർവശക്തനല്ലെങ്കിലും ആരാണ്? ശക്തനാണ്. സർവജ്ഞാനി അല്ലെങ്കിലും ആരാ? ജ്ഞാനിയാണ്. അപ്പോൾ സാത്താനൊരു ശക്തിയുണ്ട്. ആ ശക്തി എന്നാണെന്ന് ചോദിച്ചാൽ കള്ളങ്ങളെയും അസത്യങ്ങളെയും സത്യമാക്കി അവതരിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട്. ആ സാത്താന്യ ശക്തി മനുഷ്യരെടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, നിങ്ങൾ തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കും, നിങ്ങൾ ആരെപ്പോലാകും? ദൈവത്തെ പോലാകും. അപ്പോൾ അതിൽ വശം പെട്ട് ഈ മനുഷ്യൻ പാപം ചെയ്തു. മനുഷ്യൻ പഴം പറിച്ച് കഴിച്ചു. ഒരു പഴം എന്നുള്ള ചിന്തയിലല്ല എന്നെ കാണേണ്ടത്. അതിലൊക്കെ അപ്പുറത്ത് മനുഷ്യൻ കൽപ്പന ലംഘിക്കുകയാണ്, തിന്മ തിരഞ്ഞെടുക്കുകയാണ്, അവൻ്റെ സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്യുകയാണ്. അതുവഴി എന്താ സംഭവിച്ചത്? മനുഷ്യൻ പാപികളായി മാറി. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. മരണമെന്ന് പറയുമ്പോൾ 3 മരണാവസ്ഥകളുണ്ട്. 1 ശാരീരികമായ മരണം, 2 ആത്മീയമായ മരണം, 3 നിത്യമായ മരണം. അങ്ങനെ അത് അന്ത്യവിധി സംഭവിക്കുന്ന ഒരു മരണമാണ്. അപ്പോൾ ഈ മരണങ്ങളെല്ലാം തന്നെ പാപത്തിൻ്റെ ശമ്പളമായിട്ടാണ് കിട്ടുക. അങ്ങനെ ആക്കപ്പെട്ട ഈ മനുഷ്യനെ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുകയും പാപത്തിൻ്റെ ശമ്പളം മരണമാകുകയും ചെയ്യുന്നതുകൊണ്ട് പാപം ചെയ്ത മനുഷ്യൻ പാപത്തിൻ്റെ ശമ്പളം മരണമാകുന്നു. അങ്ങനെ മനുഷ്യൻ പാപിയായി മാറും. പക്ഷെ വീണ്ടും അവർ മുമ്പോട്ട് പോവുകയാണ്. അവർക്ക് മക്കൾ ജനിക്കുന്നു, കായീനും ആബേലും. ആദിമ മാതാപിതാക്കളുടെ ചരിത്രമാണ് ഞാൻ വേദത്തിൽ നിന്ന് പറയുക. പക്ഷെ അവർക്ക് പാപശേഷം മക്കളുണ്ടായതുകൊണ്ട് മക്കൾക്ക് പാപ സ്വഭാവം ഉണ്ടായി. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നത്. എങ്ങനെ? ആദ്യ മനുഷ്യൻ പാപം ചെയ്തു, തിരഞ്ഞെടുത്തു, അതുവഴി അവർ പാപികളായിത്തീർന്നു. പാപത്തിന് ശേഷമാണ് മക്കളും ഒക്കെ ഉണ്ടാകുന്നതുകൊണ്ട് ഈ മക്കൾക്ക് പാപ സ്വഭാവം ഉണ്ടായി. ഞാൻ വളരെ ശാന്തമായിട്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുക. പാപ സ്വഭാവമുണ്ട്. പാപ സ്വഭാവമാണ് ഇത് മനുഷ്യൻ്റെ പ്രശ്നം. മനുഷ്യൻ പാപികളാണ്. മനുഷ്യരാരാണ്? പാപികളാണ്.
ഞാൻ ചോദിച്ചോട്ടെ, മനുഷ്യർ ഇന്ന് പാപം ചെയ്ത് പാപിയാകുകയാണോ, പാപി ആയതുകൊണ്ട് പാപം ചെയ്യുകയാണോ? പാപം ചെയ്ത് പാപിയാകുകയാണോ, പാപി ആയതുകൊണ്ട് പാപം ചെയ്യുകയാണോ? കുഞ്ഞുങ്ങളാരെങ്കിലും ഒന്ന് പറഞ്ഞേ, പാപം ചെയ്ത് പാപിയാകുകയാണോ, പാപി ആയതുകൊണ്ട് പാപം ചെയ്യുകയാണോ? ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. പാപം ചെയ്ത് പാപിയാകുകയാണോ, പാപി ആയതുകൊണ്ട് പാപം ചെയ്യുകയാണോ? പാപം ചെയ്ത് പാപിയാകുക. ആരാ പറഞ്ഞേ? ആൻറ്റിയാ. ശരി. കട്ട് കള്ളനാകുകയാണോ, കള്ളനായതുകൊണ്ട് കക്കുകയാണോ? കട്ടത് കൊണ്ട് കള്ളനാകുകയാണോ, കള്ളനായതുകൊണ്ടാണോ കട്ടേ? കട്ട് കള്ളനാകുവാണെങ്കിൽ കട്ടാലേ കള്ളനാകത്തു. പക്ഷെ ഇന്നലെ പോയി നോക്കിയായിരുന്നു പട്ടിയുണ്ടോ, ഇതുവഴി ഓടാ, ഇതെല്ലാം നോക്കിയിട്ടല്ലേ കട്ടെ. അപ്പം അവൻ്റെ അകത്ത് എന്തോ കിടപ്പുണ്ട്? ഒരു കള്ളത്തരം കിടപ്പുണ്ട് അല്ലേ? സ്വാഭാവികമായിട്ട് മനുഷ്യൻ്റെ എല്ലാ അകത്തൊരു ചെറിയ കള്ളത്തരം. അതെങ്ങനെ വന്നാൽ? ഒരു കുഞ്ഞ് സ്കൂളിൽ നിന്ന് പേന മുട്ടിച്ചോളൂ, എല്ലാവരും പേന മുട്ടിക്കുക, മടുത്തു. ഒടുവിൽ അവൻ്റെ അച്ഛൻ ഉദ്യോഗസ്ഥനാണ്, സാറന്മാർ കംപ്ലയിൻറ്റ് ചെയ്ത് സ്കൂളിൽ വിളിപ്പിച്ചു, ഇങ്ങടെ ചെറുക്കൻ പേന മുട്ടിക്കാന്ന് പറയാൻ. വലിയ ഉദ്യോഗസ്ഥനാണ്, അയാളങ്ങ് ചമ്മി നാറി ഇറങ്ങി വരിക. ചമ്മിയാൾ കാരണം എൻ്റെ മനുഷ്യൻ നാണക്കേടല്ലേ. ഇയാൾ ഇറങ്ങി വന്നപ്പോൾ മോനിങ്ങനെ നിൽക്കുക. മോനെ കണ്ടപ്പോൾ അപ്പം പറഞ്ഞെന്ന്, എടാ പന്നച്ചക്ക തന്ത എന്തിനാ പറയിപ്പിച്ച്, നീ എന്തിനാ നാണം കെടുത്തി? എടാ നിനക്ക് എത്ര പേന വേണേലും എന്നോട് പറഞ്ഞാൽ ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ അടിച്ചുകൊണ്ട് വരത്തില്ലായിരുന്നു. അപ്പം മോൻ എവിടെ നിന്ന് അടിച്ചു മാറ്റി? സ്കൂളിൽ നിന്ന്. അപ്പൻ എവിടെ നിന്ന് അടിച്ചു മാറ്റി? അപ്പം കള്ളൻ. അപ്പൻ്റെ മോനും ആരാ? കള്ളന്. നമ്മുടെ അകത്തെല്ലാം എന്തോ കിടപ്പുണ്ട്? ഒരു പാപം കിടപ്പുണ്ട്. ഉണ്ടോ? സത്യമാണോ? ഉണ്ട്. ഒരു കൊച്ചു കുഞ്ഞിനെയും കൊണ്ട് ഇടിക്കുന്ന അങ്ങ് കൊണ്ടുപോയി. എവിടാ? തിരുവനന്തപുരത്താ. എന്തിനാണെന്നറിയാമോ? സൂ കാണിക്കാനാ. സൂ എന്ന് പറഞ്ഞാൽ അറിയാമോ? എന്തുവാ? കാഴ്ചമംഗള കാണിക്കാൻ കൊണ്ടുപോയി. ഇഷ്ടമാണേ. അപ്പം വലിയ ഭാരതി കൊണ്ടുപോയതാണ്. അവിടെ ചെന്നവൻ 5-6 വയസ്സേ ഉള്ളൂ. മുട്ടേന്ന് വിരിഞ്ഞിട്ടില്ല. അവൻ മുട്ടേന്ന് വിരിഞ്ഞ് ഇങ്ങോട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ. മുട്ടത്തോട് ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്. അവനെ കൊണ്ടാ പോയേ. അപ്പോൾ സൂവിലോട്ട് കയറാൻ നേരത്ത് ഇവനെ ആ കയറുന്നിടത്ത് കുറേ സിനിമാ പോസ്റ്റ് ഇരിപ്പുണ്ട്. അവിടെ മോശപ്പെട്ട നല്ലപോലെ വസ്ത്രം ധരിക്കാത്ത കുറേ സിനിമാ നടിമാരുടെ പോസ്റ്റർമാരാ. കുട്ടൻ മുട്ടേന്ന് വിരിയാത്തവൻ വായി നോക്കി നിൽക്കുക. അപ്പം പറഞ്ഞ് അങ്ങോട്ടൊന്നും നോക്കല്ലേ, പന്നപ്പിയായിൻ്റെയാ, വാ അകത്ത് കാണിക്കും. അകത്ത് പോയി കുയിലിനെ കാണിച്ചു, മയിലിനെ കാണിച്ചു, ഒട്ടകത്തെ കാണിച്ചു, സിംഹത്തെ കാണിച്ചു. എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പം ചോദിച്ചു, മോനെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ? കുട്ടൻ. മുട്ടേന്ന് വിരിയാത്തവൻ പറയുക പന്നപ്പിയാൻ്റെയാന്ന്. അപ്പോൾ ഇവൻ്റെ അകത്ത് എന്തോ കിടപ്പുണ്ട്? ഏത് കൊച്ചു മനുഷ്യൻ്റെ അകത്ത് പോലും എന്തോ കിടപ്പുണ്ട്? ഒരു പാപം കിടപ്പുണ്ട്. ഈ പാപം അവസരം കിട്ടുമ്പോൾ നമ്മളെ ചതിക്കും. എന്തുകൊണ്ടാണ്? ഏകം മനുഷ്യനെ എന്ത് കിടന്നു വന്നു? പാപം കിടന്നു. ഒരു വഴക്കാളി, ഒരു നിഷേധി കിടപ്പുണ്ട്. ഉണ്ടെന്ന് കൊച്ചു കുഞ്ഞ് പാല് കുടിക്കുക അമ്മയുടെയാണ്. കൊച്ചു കുഞ്ഞിന് ആദ്യത്തെ സ്റ്റേജ് ഓറൽ സ്റ്റേജ് എന്നാണ് പറയും. അമ്മയുടെ മാറാണ് ഓറൽ സ്റ്റേജാണ്. വാ കൊണ്ടാണ് അവൻ ലോകത്തെ അറിയുന്നത്. അമ്മയുടെ മാറിൻ്റെ ചൂടും ചൂരും അവൻ്റെ ലോകമെന്ന് പറയുക. അപ്പോൾ അവൻ അമ്മയെ കണ്ടില്ല. അമ്മ എങ്ങാണ്ട് പോയേക്കുക. കുട്ടൻ എന്തോ ചെയ്യും? വിശക്കുമ്പോൾ എന്തോ ചെയ്യും? പറഞ്ഞു അമ്മമാരെന്തോ ചെയ്യും? കരയുമ്പോൾ അവനെ ഇങ്ങനെ ഇടുക്കിലെ തണുപ്പാ പൊതിഞ്ഞ് വെച്ചേക്കുക. പക്ഷെ അവൻ തൊഴിച്ച് കാലെല്ലാം കൂടെ പുറത്തിടും. കണ്ടിട്ടുണ്ടോ? കയ്യും പുറത്തിടും. കണ്ടിട്ടുണ്ടോ? എന്നിട്ട് കൈ ചുരുട്ടി അവൻ എന്തോ ചെയ്യും? കരയും. കണ്ടിട്ടുണ്ടോ? കരയുമ്പോൾ അവൻ്റെ കൈ എങ്ങനെ ഇരിക്കും? എങ്ങനെ ഇരിക്കും? ഇങ്ങനെയാണോ കരയുന്നത്? ഇങ്ങനെ കരയുമോ? എന്തോ പറയുന്നത്. അവൻ്റെ മുഖത്ത് സൂക്ഷിച്ച് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഭാവം, നേടിയെടുക്കും അവകാശങ്ങൾ നേടിയെടുക്കും അവകാശങ്ങൾ നേടിയെടുക്കും അല്ലേ? അവൻ്റെ അകത്തൊരു വിപ്ലവകാരി കിടക്കുക. അവൻ 18 വയസ്സാകുമ്പോൾ റോഡിൽ ഇറങ്ങും. അന്നേരം പറയും, പോലീസ് ഞങ്ങൾക്ക് പുല്ലാണേ, 1 തൊട്ട 10 തട്ടും, ഓർത്ത് കളിച്ചോ സൂക്ഷിച്ചോ, ആരിത് പറയുന്നതറിയാമോ? അപ്പോഴും കൈ കണ്ടിരിക്കും, ചുരുട്ടി പിടിക്കും, ചാകാൻ നേരത്ത് നിവർത്തി വെച്ചിട്ടു. അപ്പോൾ അകത്തെന്തോ കിടപ്പുണ്ട്, ഒരു നിഷേധി കിടപ്പുണ്ട്. എല്ലാ മനുഷ്യൻ്റെ അകത്ത് ഒരു നിഷേധി കിടപ്പുണ്ട്. ഇത് മനുഷ്യനെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കും? പാപം ചെയ്യിക്കും അല്ലേ? പാപം ചെയ്യിപ്പിക്കും. പാപം ചെയ്യിക്കുന്നതുകൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി ദൈവം മനുഷ്യന് നിയമം കൊടുത്തു. ആ നിയമത്തിൻ്റെ പേരാണ് ന്യായപ്രമാണം. മോശയുടെ ന്യായപ്രമാണങ്ങൾ കണ്ടോ? ഞാനല്ല തന്നെ ദൈവം നിങ്ങൾക്ക് രൂപങ്ങളുണ്ടാക്കരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം ചെയ്യരുത്, വ്യഭിചരിക്കരുത്, കൊലപാതകം ചെയ്യരുത്, കൂട്ടുകാരൻ്റെ കള്ളസാക്ഷ്യം പറയരുത്. 10 കൽപ്പനകളാണ്. ഈ കൽപ്പനകൾ ദൈവം മനുഷ്യന് കൊടുത്തത്, നിയമം കൊടുത്തത് ഞാൻ നിർമ്മലമായ സുവിശേഷത്തിൻ്റെ സത്യങ്ങളെ
ഈ പുളിയമ്പല ദേശത്ത് പറയാനൊരു അവസരം കിട്ടിയപ്പോൾ സുവിശേഷം പ്രസംഗിക്കുകയാണ്. കവലയ്ക്കെല്ലാം മൈക്കിരിപ്പുണ്ട്, കേൾക്കണം പ്രിയരെ. നിങ്ങളുടെ മത സമുദായ വികാരങ്ങളെ ഒരിക്കലും വ്രണപ്പെടുത്തുന്നവനല്ല ഈ ഇളയവൻ. എന്താ കാര്യം ചോദിച്ചാൽ, ഞാനൊരിക്കലും മുറിക്കാൻ വേണ്ടി വന്നവനല്ല, എൻ്റെ കൈ പിച്ചാത്തി ഇല്ല. ഞങ്ങൾ അഭിമാനത്തോട് പറയും, സന്തോഷത്തോടെ പറയും, വടിവാളില്ലാത്ത ആസിഡ് ബൾബ്. ആസിഡ് കണ്ടുപിടിച്ചത് ഇന്ത്യക്കാരനല്ലെങ്കിലും ബൾബ് കണ്ടുപിടിച്ച ആരാ? ശരിയാ, തോമസ് എൽവിൻ അല്ലേ? മറന്നുപോയി. തോമസ് എഡിസൺ. അതോ തോമസ് അൽവ എഡിസൺ ആണോ? എഡിസൺ ആണ് കണ്ടുപിടിച്ചത്. പക്ഷേ ആസിഡ് ബൾബ് കണ്ടുപിടിച്ച ആരാ? നമ്മുടെ മലയാളിയാ, നമ്മുടെ അണ്ണനാ. ആസിഡ് കണ്ടുപിടിച്ചതും മലയാളം ബൾബ് കണ്ടുപിടിച്ചതും നമ്മളല്ലെങ്കിലും ആസിഡ് ബൾബ് കണ്ടുപിടിച്ച ആരാ? നമ്മുടെ ആൾക്കാരാ, നമ്മുടെ പിള്ളേരാ. അപ്പം പൊക്കോട്ടെ. എന്നാലും എൻ്റെ പ്രിയരെ, വടിവാളും പിച്ചാത്തിയും ഒന്നും ഇല്ലാത്ത ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതാരാ? നമ്മുടെ ഗ്രൂപ്പാ. നമുക്കാകെ അറിയാവുന്ന അടവെന്താണെന്നറിയാമോ? വിട്ടോടുക. പൂഴിക്കടകന അവസാനത്തെ അടവ. ഒരു നിവൃത്തിയില്ല, എന്ത് ഇത് കളയും, ഓടിക്കളയും. അത് ഒടിച്ച് ഉരുപ്പൊരു പഠിക്കും. നമ്മൾ അടിക്കാനും പിടിക്കാനും ഒന്നും പോയില്ല. അപ്പോൾ ഞങ്ങളുടെ ഒരു പാർശ്വ ഇത്രയേ ഉള്ളൂ. പ്രസംഗിക്കുമ്പം ഒരു പ്രശ്നമുണ്ടായി. ഇടിവണ്ടി നിറച്ച് പോലീസ് വന്നു. അപ്പം പ്രസംഗിച്ച പുള്ളി ഇങ്ങനെ ചോദിച്ചു, ഒരു പേന കത്തി പോലും ഇല്ലാത്ത എന്നെ പിടിക്കാനാണോ ഇത്രയും പോലീസ് വന്ന്? പറയേ, വെറുതെ മെനക്കെടരുത്. എന്തിനാ ഞാൻ എൻ്റെ പേടിക്കണ്ട, ആപ്പടം 50 കിലോ ഉള്ളൂ. ആ പ്രസംഗിച്ച ഭാഷ പറഞ്ഞ് അതിൽ കൊടുത്തോട്ടോ. അപ്പോൾ എനിവേ, ഞാൻ പറഞ്ഞത് എൻ്റെ താല്പര്യം, ആതൊരു കളി വിളിച്ചാലും ആതൊരു ബൾബ് കൊണ്ട് പിടിച്ച മലയാളിയാണ്. എന്നാൽ ഞങ്ങൾക്ക് ഈ വഴക്കും വല്ലും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ വികാരങ്ങളെ ഒന്നും ഞങ്ങൾ ഭ്രമപ്പെടുത്തത്തില്ല. പക്ഷേ ഈ ഒരു കുറച്ച് നേരം പറയുന്ന സന്ദേശം നിങ്ങൾക്ക് ദോഷമൊന്നും ഉണ്ടാകത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധയോടെ കേൾക്കാൻ ഉറപ്പിക്കുക. അപ്പം മനുഷ്യനകത്ത് ദൈവം നിയമം കൊടുത്തു. അതാണ് 10 കൽപ്പനകൾ. മോശപ്പെട്ട അല്ല നിയമങ്ങളല്ല കൊടുത്ത്. കൊലപാതകം ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, പാപം ചെയ്യരുത്, മോഷ്ടിക്കരുത്, ഇങ്ങനെ കുറേ നല്ല കാര്യങ്ങളാണ് കൊടുത്തത്. ദൈവം മനുഷ്യന് നിയമം കൊടുത്തു. നിയമം കൊടുക്കാനുള്ള കാര്യം എന്താ? നിയമം കൊടുത്തത് രക്ഷിക്കാനാണോ ശിക്ഷിക്കാനാണോ? നിയമം കൊടുത്തത് രക്ഷിക്കാനാണോ ശിക്ഷിക്കാനാണോ? രക്ഷിക്കാനാ. ഉറപ്പാണോ? ആണോ? ഹെൽമെറ്റ് വെക്കണം, രക്ഷിക്കാനോ ശിക്ഷിക്കാനോ? നമ്മൾ വെക്കുന്ന എന്തിനാ? നമ്മൾ വെക്കുന്ന എന്തിനാ? പോലീസിനെ പേടിച്ച ആണോ? സീറ്റ് ബെൽറ്റ് ഇടണം, രക്ഷിക്കാനോ ശിക്ഷിക്കാനോ? രക്ഷിക്കാൻ. പക്ഷെ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടുന്നത് എന്തിനാ? പോലീസിനെ പേടിച്ച ആണോ? അതിന് ചെല്ലിങ്ങനെ സീറ്റ് ബെൽറ്റ് ഇടാതെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ചെല്ല് ഹുക്ക് ഇടാതെ ഹെൽമെറ്റ് വെച്ചേക്കുന്നത് കാണാം. സത്യത്തിൽ ഈ ഹെൽമെറ്റ് വെക്കണമെന്ന് പറയുന്നതും സീറ്റ് ബെൽറ്റ് ഇടണമെന്ന് പറയുന്നതും നമ്മളെ എന്ത് ചെയ്യാനാ? രക്ഷിക്കാനാ. പക്ഷേ ഇട്ടില്ലെങ്കിൽ രക്ഷാകാരണമായ നിയമം എന്താകും? ശിക്ഷയ്ക്ക് കാരണമാകുമോ? ഇടുക്കിയിലെ ഇവിടുത്തെ എനിക്കറിയത്തില്ല. ഞങ്ങളവിടെ പോലീസ് അപ്പുറത്ത് ചെക്കിങ് ഉണ്ടെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടികളെല്ലാം ഫ്ലാഷ് അടിച്ച് കാണിക്കും. ഇവിടെ കാണിക്കുമോ? കാണിക്കും. ഇവിടെ കാണിക്കും. അപ്പം ഞങ്ങൾ പറയും ഇവിടെ വർഗീയതയുണ്ടെന്ന് പറഞ്ഞ ആരാ പറഞ്ഞു ഇവിടെ വർഗീയതയുണ്ട്, ജാതിയുണ്ടെന്ന്? ഞാൻ എൻ്റെ വണ്ടി കൊണ്ട് പോകുമ്പോൾ എൻ്റെ കാവിക്കോലി കൊടുത്ത നെറ്റിയെ ചന്ദനക്കുറിയുള്ള എൻ്റെ RSSകാരൻ സുഹൃത്തും എൻ്റെ ഇസ്ലാം സഹോദരനും എൻ്റെ കുരിശു വരയ്ക്കുന്ന സഹോദരനും എന്നെ ഫ്ലാഷ് അടിച്ച് കാണിക്കും. അപ്പം ഞങ്ങൾ പറയും ജാതിയില്ല, വർഗമില്ല, വർണ്ണമില്ല സഹോദരെ, നമ്മളൊന്നാ പോലീസിനെ കാണുമ്പം അല്ലേ? അപ്പുറത്ത് പോലീസ് ചെക്കിങ് ഉണ്ടെങ്കിൽ നമ്മളാരാ? ഒന്നാ. ഞങ്ങളുടെ നാട്ടിൽ ഒരു സംഭവം ഉണ്ടായി. 2 മണിക്കൂറായിട്ട് റോഡിൽ നിന്നിട്ട് പോലീസുകാർക്ക് ആരെയും കിട്ടുന്നില്ല. എല്ലാവരും ഡീസൻ്റായിട്ടാണ് വരുന്നത്, പേപ്പറെല്ലാം ഓക്ക. ഇതെന്നാടെ മണിക്കൂർ 2 5 പൈസയുടെ വകുപ്പ് കിട്ടിയില്ല. ഒരുത്തൻ ചെന്നപ്പോൾ ഒരേ സഹോദരൻ ഇച്ചിരി അടിച്ചിട്ടുണ്ട്. വളവിന് നിന്ന് വരുന്നവരെല്ലാം കൈ നാട്ടി നിർത്തി. അപ്പുറത്ത് ചെക്കിങ് ഉണ്ട്. ആ പുള്ളിയെ പൊക്കിക്കൊണ്ട് അങ്ങ് പോയി. ഞാനാ പോയി ഇറക്കിക്കൊണ്ട് വന്നേ. അപ്പോൾ പോലീസുകാർ പറഞ്ഞു ഇരിക്കട്ടെ 2 മണിക്കൂർ, കുറേയൊക്കെ ഞങ്ങളെ മെനക്കെടുത്തിയതാണ്. അപ്പോൾ അത് നമുക്ക് ഈ ശിക്ഷ, നിയമം ലംഘിച്ചാൽ എന്ത് കിട്ടും? ശിക്ഷ കിട്ടും. ഉറപ്പാണേ. നിയമം ലംഘിച്ചാൽ എന്ത് കിട്ടും? ശിക്ഷ കിട്ടും. ദൈവം മനുഷ്യനും കുറേ നിയമം കൊടുത്തോ? ദൈവം മനുഷ്യനോട് പറഞ്ഞു, മുഖത്തെ വിയർപ്പോടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഉപജീവനം കഴിക്കണം. എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങൾ കഴിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വിയർക്കണം. വിയർക്കാതെ എന്ത് ചെയ്യരുത്?
കഴിക്കുക. പണ്ടൊക്കെ അച്ഛന്മാരൊക്കെ രാവിലെ എഴുന്നേറ്റിട്ട് ഒന്ന് തൂമ്പ എടുത്ത് കളയ്ക്കും. അമ്മ ചൂലെടുത്തുകൊണ്ട് എന്തോ തൂക്കും, മിറ്റം തൂക്കും. ഇതെല്ലാം കഴിയുമ്പോഴത്തെ എന്തോ ചെയ്യും? വേർത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? കഴിക്കുന്നത്. പക്ഷേ കാലം മുമ്പോട്ട് പോയപ്പോൾ തൂക്കാൻ ആളില്ല. ഈ തൂക്കാൻ മടിയുള്ളവരാണ് ഫ്ലാറ്റിൽ താമസിക്കുന്നത്. ഇടുക്കിയിൽ നിന്ന് വിറ്റിട്ട് ഫ്ലാറ്റിൽ പോകുന്നത് എന്തിനാ? മിറ്റത്തൂക്കണ്ട. പുതിയ പെണ്ണുങ്ങൾക്കൊന്നും എന്ത് പണിയാ? പണ്ടത്തെ അമ്മമാരാണെങ്കിൽ നീളം കുറഞ്ഞ ചൂര് കൊടുക്കും. എന്തിനാണെന്നറിയാമോ? കുനിഞ്ഞ് ഇന്ന് തൂക്കണം, വയറ് ചാടാതിരിക്കാനാ. എക്സസൈസും ജുംബോ ഡാൻസും ഒന്നും ചെയ്യണ്ട. എന്താ ജുംബോയോ സുംബോയോ സുംബോയോ എന്തെങ്കിലും ആട്ടെ, അതൊന്നും ചാടണ്ട, കുനിഞ്ഞ് ഇന്ന് എന്ത് ചെയ്താൽ മതി. പക്ഷേ ഏതോ സരസനായ ഒരാൾ പറയുന്നത് കേട്ടേ, അന്ന് എല്ലാത്തിനും ഒരു താളം ഉണ്ടായിരുന്നു. അമ്മ അരകല്ലെ ഒറ്റയ്ക്കുമ്പോഴും എന്താണ്? താളമാണ്, മുഴുവൻ താളമാണ്. പക്ഷേ ഇന്ന് അമ്മയുടെ അപ്പോൾ അത് കേട്ടോണ്ടാണ് കുഞ്ഞിങ്ങനെ വളരുന്നത്. പക്ഷേ ഇപ്പം മുഴുവൻ താളമാണ്. മിക്സിയുടെ ഡ്രർ, അപ്പുറത്തെ എന്താ വാഷിംഗ് മെഷീൻ്റെ ഇത്, ഈ യന്ത്രങ്ങളുടെ ശബ്ദം കേൾക്കുന്നോനാ ഇവന് 16-ാമത്തെ വയസ്സിൽ ഡ്യൂക്കെ കയറി ചാകാൻ പോകുന്നേ. കാരണം ഇവൻ കേട്ടത് മുഴുവൻ എന്താ? യന്ത്രങ്ങളുടെ സൗണ്ടാ. പൊക്കോട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം മനുഷ്യനോട് പറഞ്ഞു, മുഖത്തെ വേർപ്പോടെ നിങ്ങൾ എന്ത് കഴിക്കണം? ഉപജീവനം കഴിക്കും. അപ്പം കഴിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? വേർക്കണം. വേർത്തില്ല എന്ത് ചെയ്യരുത്? കഴിക്കരുത്. പക്ഷെ മനുഷ്യൻ വേർക്കാതെ എന്ത് ചെയ്തു? കഴിച്ചു. കഴിപ്പ് കുറച്ചില്ല, പക്ഷെ എന്ത് കൂട്ടി? കുറച്ചു. വേർക്കുന്ന കുറച്ച്. ശിക്ഷ കിട്ടിയോ? ആ ശിക്ഷയുടെ പേരാണ് ഷുഗർ. ഉള്ളവരുന്ന് കൈവെക്കാമോ? നമുക്കുണ്ട് അത്യാവശ്യം. ഉണ്ട്. അതാണ് വേർക്കാതെ കഴിച്ചു. ഡോക്ടർ അടുക്കി ചെന്നപ്പോൾ എന്താ പറഞ്ഞു? ഡോക്ടർ അടുത്ത് ചെന്നപ്പോൾ എന്താ പറയും? 45 മിനിറ്റ് നല്ലപോലെ എന്ത് ചെയ്യണം? നടക്കണം. വേർത്ത് എന്ത് ചെയ്യണം? നടക്കണം. വേർത്താൽ ശിക്ഷ കിട്ടത്തില്ല. തമ്പുരാൻ നേരത്തെ പറഞ്ഞ. അപ്പോൾ ഏത് നിയമം ലംഘിച്ചാലും എന്ത് കിട്ടും? ശിക്ഷ കിട്ടും. കിട്ടുമോ? കിട്ടും. പക്ഷേ ഈ ശിക്ഷ കിട്ടുമെന്ന് അറിഞ്ഞിട്ട് മനുഷ്യൻ തെറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ശിക്ഷ കഠിനമാക്കേണ്ടത്. പക്ഷേ ഈ ഒരു കാര്യം ഓർക്കപ്പെടണം, ഈ ലോക കോടതിയുടെ ശിക്ഷ മരണം കൊണ്ട് തീരും. ഒരാളെ തൂക്കിക്കൊന്നാൻ വിധിച്ചു, അവനങ്ങ് ചത്തുപോയി, വീണ്ടും തൂക്കുമോ? തൂക്കിക്കൊല്ലാൻ കൊണ്ടുവന്നതിനെ തൂക്കുന്നതിന് മുമ്പ് അവനങ്ങ് ചത്തുപോയി, പിന്നെ തൂക്കുമോ? ഇല്ല. കയറ് പൊട്ടിപ്പോയാൽ പോലും തൂക്കാൻ നിയമമില്ല രണ്ടാമത്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ നിയമത്തിൽ പറയുന്നുണ്ട്, മരണം വരെ എന്ത് ചെയ്യണം? തൂക്കിക്കൊല്ലണം. അതെൻ്റെ അർത്ഥം അവനെ വിടരുതെന്നാണ്. ഇടയ്ക്ക് പൊട്ടിപ്പോയ പണ്ടൊക്കെ രക്ഷപ്പെടായിരുന്നു. എനിവേ, ഞാൻ പറഞ്ഞു വന്നതിന് താല്പര്യം, മരിച്ചു കഴിഞ്ഞാൽ ശിക്ഷ ഒഴിവാകും. പക്ഷേ ഈ ദൈവകോടതിക്കൊരു പ്രശ്നമുണ്ട്. മരിച്ചോലും പൊക്കിയെടുത്ത് ലൈവായിട്ട് കൊണ്ട് നിർത്തുന്ന ഒരു ദിവസം വരും. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാമെല്ലാം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് ഉപാധിക്കണം. മരിച്ചവർ ആപാലവൃദ്ധം എഴുന്നേറ്റ് വന്ന് വെള്ളസിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഞാൻ എന്ത് ചെയ്തു? കണ്ടു. ബീരുക്കൾ അവിശ്വാസികൾ അറയ്ക്കപ്പെട്ട ശുദ്ധക്കാർ ബിംബാരാധികൾ ഭോഷ്ക്ക് പ്രിയപ്പെടുന്നവർക്കുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയുമത്രേ. ഇത് മരണം. ഇത് രണ്ടാമത്തെ മരണം. അപ്പം മരിച്ചാലും തീരാത്തൊരു ശിക്ഷ തെറ്റുകൾ ചെയ്താൽ ഉണ്ടാകും. തെറ്റ് ചെയ്താൽ ശിക്ഷ കിട്ടുമെന്നറിയുമ്പോൾ മനുഷ്യൻ അറിയാതെ ചെയ്യുന്നുണ്ട്. ഈ മനുഷ്യരുടെ ഒരു പ്രശ്നം എന്നാ ചോദിച്ചാൽ, ഈ മനുഷ്യർക്കെല്ലാം നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നന്നാകണമെന്ന് ആഗ്രഹമില്ലാത്ത ഒരു മനുഷ്യൻ ഈ ഭൂമിയിലുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇപ്പം പിള്ളേരെല്ലാം പഠിക്കണം, എന്നാലും ഒരുമാതിരിപ്പെട്ട പിള്ളേർക്കെല്ലാം ആഗ്രഹമുണ്ട് എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം? പഠിക്കണം. ഈ പഠിക്കാൻ വേണ്ടി എന്തോ ചെയ്യണം. ഇപ്പോഴാണ് ഈ അലാറം ഈ മൊബൈലിൽ വെക്കുന്നത്. ഞങ്ങളുടെയൊക്കെ ഞാൻ 10ാം ക്ലാസ്സിൽ കയറിയപ്പോൾ അന്ന് SSLC എൻ്റെ അപ്പൻ ചെയ്തൊരു പുണ്യകർമ്മമുണ്ട്. 9ാം ക്ലാസ് കഴിഞ്ഞ് 10ലോട്ട് കയറിയപ്പോൾ അപ്പം തന്നെ പോയിട്ട് ഒരു സാധനം എനിക്ക് ഗിഫ്റ്റ് തന്നു. എന്നാന്നറിയാം? അലാറ, ഒരു വട്ടത്തിരിക്കുന്ന സാധനം. കണ്ടിട്ടുണ്ടോ? പിള്ളേർക്ക്, ന്യൂജൻ പിള്ളേർക്ക് അറിയത്തില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വട്ടത്തിരിക്കുന്ന ഒരു സാധനം, പണ്ടത്തെ മിൽസെപ്പിൻ്റെയൊക്കെ മണ്ട വെച്ചേക്കുന്ന. അതെന്തോ വെക്കാനാ? അലാറം. എന്നിട്ട് നമ്മളെന്തോ വെക്കും? അലാറം വെക്കും. അലാറം വെച്ചിട്ടുണ്ടോ? ഒരു 4 മണിക്കൊക്കെ അങ്ങ് വെക്കും. നേരത്തെ കിടക്കും. 5 മണിയാകുമ്പോൾ എഴുന്നേറ്റ് എന്തോ ചെയ്യണം? പഠിക്കണം. 4 മണിയാകുമ്പോൾ എൻ്റെ പൊന്നു മക്കളെ 4 മണിയാകുമ്പോൾ വെളുപ്പിനെ 4 മണിക്ക് ഒറ്റ അട്ടിയായി സാധനം അടിച്ചിട്ടുണ്ടോ?
അപ്പം എന്തോ ചെയ്തു? എന്തോ ചെയ്യാനാ, അതുപോലെ ഓഫ് ചെയ്തു. എന്നിട്ട് പിന്നെ കിടന്ന് എന്ത് ചെയ്തു? ഉറങ്ങി. നന്മ ചെയ്യണമെന്ന് എന്തോ ഉണ്ട്? ആഗ്രഹമുണ്ട്. പക്ഷെ അതിന് സമ്മതിക്കാത്ത ഒരു പ്രമാണം എൻ്റെ അവയവത്തിൽ എന്ത് ചെയ്യുന്നു? എല്ലാ മനുഷ്യർക്കും ആഗ്രഹമുണ്ട്. എന്ത് ചെയ്യണം? നന്മ ചെയ്യണം, തിരുത്തണം, അല്ലേ? ഉണ്ടോ? തിരുത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സമ്മതിക്കാത്ത ഒരു പ്രമാണം നമ്മുടെ അവയവത്തിൽ വ്യാപരിക്കുന്നുണ്ട്. നന്മ ചെയ്യണമെന്ന് ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഞാൻ ഈ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഒരു ഐസ്ക്രീം കൂടി ഇങ്ങോട്ട് തന്നേന്ന് പറയുന്നവർക്കെല്ലാം ഡയബറ്റിക് 500 ഇത് കൂടുതലുള്ളവനാണ് പിന്നെ എന്തോ ചോദിക്കുന്നത്? ഒരു ഐസ്ക്രീം. ഈ ചിലപ്പോൾ ഈ കൊളസ്ട്രോൾ കൂടുതലുള്ളവൻ പറയുന്നേക്കാം, നിൻ്റെ കൈ വിറയ്ക്കുന്നുണ്ടോടാ? വെള്ളപ്പുകാരനോട് ചോദിക്കുക, എൻ്റെ കൈ വിറയ്ക്കുന്നുണ്ടോ? പീസ്. ഇവന് കൊളസ്ട്രോൾ കൂടുതലാണ്. പക്ഷെ അവരോട് ചോദിച്ചാൽ പറയും, വീട്ടിൽ ചെന്നാൽ അമ്മയൊന്നും ഭാര്യയൊന്നും എന്ത് ചെയ്യത്തില്ല, തരത്തില്ല. ഇവിടെ വരുമ്പോഴേ എന്ത് ചെയ്യത്തുള്ളൂ? കഴിക്കില്ല. കല്യാണത്തിനൊക്കെ പോകുമ്പോഴേ ഞങ്ങൾ വല്ലതും കഴിക്കുന്നത്. പക്ഷെ ഒരു കല്യാണം വിടത്തില്ല. എന്നും എന്താ? കല്യാണം. നന്മ ചെയ്യണമെന്ന് എന്തുണ്ട്? ആഗ്രഹമുണ്ട്. പക്ഷേ എന്ത് ചെയ്യുന്നില്ല? ഒക്കുന്നില്ല. ഇതാണ് ഈ ശിക്ഷ. പക്ഷേ ശിക്ഷ മാറുമോ? ഇല്ല. എന്നോട് ഈ സഭാവിശ്വാസികളോട് ഞാൻ പറയാം, നമ്മളെല്ലാ വർഷവും ഒരു തീരുമാനം, എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് എന്നോട് കഠിനമായൊരു തീരുമാനം പറഞ്ഞു. കുറച്ചാൽ മുമ്പാ, അളിയാ സ്നേഹമുള്ളവനാ, പറഞ്ഞു, എടാ ഞാൻ വളരെ ആലോചിച്ച് ഈ വർഷം ഒരു തീരുമാനം എടുത്തു. വളരെ ആലോചിച്ചെടുത്തേ, ഒത്തിരി ആലോചിച്ചു, ഒത്തിരി തീരുമാനിച്ചു. ഒടുവിൽ ഞാൻ അന്നങ്ങ് തീരുമാനിച്ചടാ, അങ്ങ് തീരുമാനിച്ചു. അയ്യോ, ഞാനവിടുത്തെ വരാണ്ട് വലിയ തീരുമാനം എന്തുവാടാ എടുത്തേ? ഈ വർഷം ഒരു തീരുമാനം എടുക്കുന്നില്ല അങ്ങ് തീരുമാനിച്ചു. കാരണം കുറേ എടുത്തിട്ടും എന്തില്ല, ഒരു കാര്യമില്ല. എടുത്തിട്ട് എല്ലാം തെറ്റിപ്പോവാ. നന്മ ചെയ്യണമെന്ന് എന്തുണ്ട്? ആഗ്രഹമുണ്ട്. അതിന് സമ്മതിക്കാത്ത ഒരു പ്രമാണം നമ്മുടെ അവയവത്തിൽ ഇരിപ്പുണ്ട്. ഇതിൻ്റെ പേരാണ് എന്ത്? പാപം. ഇതിൻ്റെ പേരാ എന്ത്? പാപം. ആഗ്രഹമുണ്ട്, ഒക്കുന്നുണ്ടോ? ഇല്ല. സ്വയത്തിൽ ജയിക്കാൻ ഒക്കുന്നില്ല. പക്ഷെ ശിക്ഷ അപ്പുറത്താണ്. തെറ്റിച്ചാൽ എന്തോ കിട്ടും? ശിക്ഷ കിട്ടും. ന്യായപ്രമാണം മോശമാണോ? ന്യായപ്രമാണം മോശമാണോ? അല്ല. നല്ലതല്ലേ? നല്ലതാണ്. പക്ഷെ നല്ലതായ ന്യായപ്രമാണം ശിക്ഷാകാരണമായിട്ട് മാറി. അപ്പം മനുഷ്യന് തെറ്റി. അപ്പോൾ ഒരാൾ പറഞ്ഞു, എനിക്ക് ന്യായപ്രമാണമൊന്നും അറിയത്തില്ലായിരുന്നില്ല, അപ്പോൾ എന്നെ എങ്ങനെ ശിക്ഷിക്കും? ന്യായപ്രമാണം എനിക്ക് അറിയത്തില്ലായിരുന്നു, അപ്പം നിങ്ങൾ എന്നെ എങ്ങനെ ശിക്ഷിക്കും? ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ സൺഡേ സ്കൂളിൽ പോയിട്ടില്ലല്ലോ. അവരോടൊരു കാര്യമുണ്ട്, അവർക്കൊരു പ്രമാണമുണ്ട്. അതിൻ്റെ പേരെന്താ? മനസ്സാക്ഷി. എന്താ? മനസ്സാക്ഷി. ഈ പെന്തക്കോസ്ത് സമൂഹം, വിശ്വാസ സമൂഹത്തിന് കുറേ ചിട്ടവട്ടങ്ങളുണ്ട്. ആ ചിട്ടവട്ടങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ചിട്ട, ഞങ്ങൾ ഈ ലഹരിക്കെതിരാണ്. അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഞങ്ങളുടെ വിശുദ്ധ സഭായോഗത്തിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തിരുമേശ എന്ന് പറയുന്നത്. കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ഓർക്കുന്ന തിരുമേശ. അപ്പോൾ തിരുമേശയിൽ പങ്കുചേരണമെങ്കിൽ എന്ത് ഉപയോഗിക്കാൻ പാടില്ല? ഇവിടെ അങ്ങനല്ലേ, ലഹരി ഉപയോഗിക്കാൻ പാടില്ല. കർശനമായിട്ട് പറയും, അങ്ങനെ ഉപയോഗിക്കുന്നവർ ഒരിക്കലും എന്തിൽ കൈവെക്കരുത്? തിരുമേശയിൽ കൈവെക്കരുത്. അപ്പോൾ ചിലൊക്കെ ഈ വീഡിയോയിലൊക്കെ നിർത്തിയ ആൾക്കാരെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിർത്തിയോ? എൻ്റെ പൊന്നു ഭാഷ അറിയത്തില്ല, 3-4 പായ്ക്കറ്റൊക്കെ അല്ലേ വലിച്ചുകൊണ്ടിരുന്നത്. ഞാൻ മൊത്തം നിർത്തി, ഡീസൻ്റായി. നിർത്തിയോ? നിർത്തിയച്ചാ അല്ല, നിർത്തിയെന്നൊക്കെ ചോദിച്ചാൽ നിർത്തി. ഭാഷക്കറിയാലോ, ഞാൻ 3-4 പായ്ക്കറ്റൊക്കെ വലിച്ചോണ്ടിരുന്നത്, ഇപ്പം നിർത്തി. പിന്നെ നിർബന്ധിച്ചാൽ ചോദിച്ചാൽ പറയും, പിന്നെ നിർത്തിയ സത്യം പറ. അല്ല, അങ്ങനെയൊക്കെ ചോദിച്ചാൽ രാവിലെ ടോയ്ലറ്റിൽ പോകുമ്പോൾ ഒരു പുക എടുക്കുന്നവന്മാരിവിടെ കാണും. ടോയ്ലറ്റിൽ പോകുമ്പോൾ ഒരു പുക. അതെന്തിനാ ഈ ടോയ്ലറ്റിൽ പോകുമ്പോൾ എടുക്കുന്നേ? അതിനൊരു കാരണമുണ്ട്. ആദ്യം വലിച്ചത് അമ്മ കാണാതെ എവിടെ പോയിരുന്നാ? ടോയ്ലറ്റിൽ പോയിരുന്ന. അന്നേരം അമ്മ കാണരുത് ഇവരോട് പറഞ്ഞ ആരാ? ഇത് വലിയൊരു കാണരുത്, മോശമാണെന്ന് പറഞ്ഞത് ആരാ? മനസാക്ഷി. ആരാ? മനസാക്ഷി. അങ്ങനെ കോടതി ഉണ്ടോ? ഉണ്ട്. മനസാക്ഷി നിഷേധിക്കാനൊക്കത്തില്ല. അപ്പം അതുകൊണ്ടാണ് സ്വന്തം ഒരു കോടതി നമ്മുടെ അകത്ത് വെച്ചേക്കാം. നിയമം അറിയാത്തവർക്ക് വേണ്ടി മനസ്സിൻ്റെ ഒരു നിയമമുണ്ട്. അപ്പോൾ എനിവേ, ഒരു മനുഷ്യന് രക്ഷപ്പെടാൻ കഴിയാത്ത പോലെ പാപം മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിക്കുന്നു. അപ്പോഴും രക്ഷാകാരണമായ ദൈവം രക്ഷിക്കാൻ ശ്രമിക്കുക, ശിക്ഷ കഠിനമാക്കി. ചില സമയം നമുക്കറിയാം ശിക്ഷ കഠിനമാക്കി. അതുകൊണ്ടാണ് ഇപ്പോൾ 18 വയസ്സിൽ താഴെയുള്ള പിള്ളേർ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചാൽ അപ്പൻ്റെ അമ്മയുടെ ലൈസൻസ് എന്ത് ചെയ്യും? 6 മാസത്തേക്കിന്
സസ്പെൻഡ് ചെയ്യും ഇല്ലേ? എന്തുകൊണ്ടാണ്? ശിക്ഷ കഠിനമാക്കുക, അപകടങ്ങളുണ്ടാകരുത്. ദൈവം ശിക്ഷ കഠിനമാക്കി. ഈ ശിക്ഷ കഠിനമാക്കിയതിൻ്റെ പേരാണ് ശാപം വരുമെന്ന് പറഞ്ഞു. എന്താ ഈ ശാപം എന്ന് പറഞ്ഞാൽ? ശാപം ശിക്ഷ എനിക്കുള്ളതാണ്. ശാപം നമുക്ക് മാത്രമല്ല, 4 തലമുറയ്ക്ക് വരും. 4 തലമുറയ്ക്ക് ശാപം വരുമെന്ന് പറയാൻ കാര്യം ശപിക്കാനല്ല, മനസ്സിലാവണം, ശപിക്കാനല്ല. നമ്മുടെ ശ്രദ്ധിച്ച് കേൾക്കണേ എല്ലാവരും. ഒരു മനുഷ്യനെ ഒരു ആയുസ്സിൽ കാണാൻ സാധ്യതയുള്ള തലമുറകൾ 4 ഉള്ളൂ. നമ്മൾ, മക്കൾ, മക്കളുടെ മക്കൾ, മാക്സിമം എന്തോടെ കാണാം? അവിടെ മക്കൾ. അത് റേറ, അവരുടെ മക്കളൂടെ കാണാം, മാക്സിമം അത്രേ കാണാൻ ഒക്കത്തുള്ളൂ. അപ്പം 4 തലമുറയ്ക്ക് ശാപം വരുമെന്ന് പറഞ്ഞത് ശപിക്കാനാണോ രക്ഷിക്കാനാണോ? രക്ഷിക്കാനാണ്. കാരണം മനുഷ്യരെല്ലാം ജീവിക്കുന്നത് പോലും ആർക്ക് വേണ്ടിയാ? മക്കൾക്ക് വേണ്ടിയാണ്. മക്കളത് സമ്മതിച്ചില്ലെങ്കിലും മനുഷ്യരെല്ലാം ജീവിക്കുന്ന ആർക്ക് വേണ്ടിയാ? മക്കൾക്ക് വേണ്ടിയാണ്. മക്കൾക്ക് ദോഷം വരുന്ന ഒരു കാര്യം ആരെങ്കിലും ചെയ്യുമോ? ഇല്ല. ഇനി മക്കളെക്കാട്ടി ഇഷ്ടം ആരെയാ? ഇവിടെ ഇരിക്കുന്ന കൊച്ചുമക്കളുള്ളവരുന്ന് കൈ പൊക്കാമോ? കൊച്ചുമക്കൾ ഒത്തിരി പേരുണ്ട്. മക്കളെയാണോ ഇഷ്ടം? വാത്സല്യം മക്കളെ ഇഷ്ടമാണ് അതോ കൊച്ചുമക്കളെയാണോ? പറഞ്ഞു, സത്യം പറഞ്ഞു. കൊച്ചുമക്കളെ. ഈ കൊച്ചുമക്കളെ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇപ്പം ചിലപ്പോഴെങ്കിലും പറയും വല്യമ്മച്ചിയും വല്യപ്പച്ചനും കൂടെ പിള്ളേരെ വളർത്തിയാൽ ശരിയാകത്തില്ല. അതും സത്യമാണ്. ഈ വാത്സല്യം കൂടി ഇവരെ എന്ത് ചെയ്യത്തില്ല? അടിക്കത്തില്ല. നമ്മളെയൊക്കെ എന്തോ ഒരു അടിച്ചിട്ടുള്ളൂ അല്ലേ? എൻ്റെ അപ്പനൊക്കെ ആണെന്നെ അടിക്കുന്ന കലാപരിപാടിയായിരുന്നു. മിലിറ്ററിക്കാരനായിരുന്നു. നിക്കർ ഊരി എണ്ണയൊക്കെ പുരട്ടി ചൂടാക്കി, എന്തോ കലാപരിപാടിയായിരുന്നു. അതോ നമ്മളിങ്ങനെ നോക്കി നിൽക്കണം, ഇത് അടിച്ചാൽ അങ്ങ് തീരത്തില്ലേ? പിന്നെ വടിയൊക്കെ വെട്ടിക്കൊണ്ട് വന്ന് പുള്ളി ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അത് ചൂടാക്കി വഴറ്റി പതുക്കെ അടിക്കുന്ന. ഒരടി കിട്ടിയാൽ ഞാൻ 7 റൗണ്ട് പെരക്കി വിറ്റ് ഓടിയിട്ടുണ്ട്. അത്ര അടി അടിക്കുന്ന എൻ്റെ അപ്പൻ. എനിക്ക് കൊച്ചുണ്ടായപ്പോൾ ഞാൻ ഒരിക്കൽ കൊച്ചിനെ അടിക്കാൻ പിടിച്ചും പറയാം, എല്ലാം അടിക്കരുത്. ഞാൻ അതല്ല, എനിക്ക് ഏതാണ്ട് ഇവിടെ ഇങ്ങനെ, ഏതാണ്ട് ഇവിടെ പുള്ളിക്ക് ഇങ്ങനെ. നമ്മളെ അടിച്ചപ്പോൾ ഏതാണ്ട് ഇല്ലായിരുന്നല്ലേ? ഒന്നുമില്ലായിരുന്നു, ഒരു ദയയില്ലത് അടിച്ചത്. അയ്യോ എന്തോ അടിക്കുന്നത്, എന്തോ അടിച്ചിട്ടുള്ളൂ എൻ്റെ പൊന്നെ. അപ്പോൾ പോകുമ്പോൾ ഞാൻ പാടിയിട്ടുണ്ട്, സന്തോഷം വന്നല്ലോ സന്താപം തീർന്നല്ലോ, അടിയുടെ പേട്ട കെട്ടാൻ. പുള്ളിക്ക് ഏതാണ്ട്. ഞാൻ പറഞ്ഞു, ആഹാ ഏതാണ്ട് വരുമല്ലേ. ഞാൻ എൻ്റെ കൊച്ചിനെ അടിച്ചു. ഇഷ്ടം പുറകിൽ നിന്ന് കന്നം തീർത്തൊരടി. ഒത്തിരി നാളായില്ലെന്നോ നിന്നെ ഒന്ന് അടിച്ചിട്ടെന്ന്. ഓർമ്മ പുതുക്കൻ. എന്തുകൊണ്ടാ? ആരെ ഇഷ്ടമാണ്? കൊച്ചുമക്കളെ. അപ്പോൾ ഈ ശാപം വരുമെന്ന് പറഞ്ഞത് കൊച്ചുമക്കൾക്ക്, മക്കളുടെ മക്കളും അവരുടെ മക്കൾ ഇങ്ങനെ വരുമെന്ന് പറഞ്ഞത് ശപിക്കാനല്ല. അവിടെയും രക്ഷയാണ്. കാരണം ഈ ശാപം വരുമെന്ന് ഓർത്തെങ്കിലും അച്ഛൻ എന്ത് ചെയ്യണം? നല്ലതായിട്ട് ജീവിക്കണം. മക്കൾക്ക് ദോഷം വരുന്ന എന്തെങ്കിലും നമ്മൾ ചെയ്യുമോ? അറിഞ്ഞുകൊണ്ട് മക്കൾക്ക് ദോഷം വരുന്ന ചെയ്യുമോ? ഇല്ല. എന്നിട്ടും അകത്ത് കിടക്കുന്ന പാപം എന്ത് ചെയ്യിപ്പിച്ചു? പാപം ചെയ്യിച്ചു. ചിലവരെന്തോ ചെയ്യുന്നറിയാമോ? ഈ ശാപം വരുന്ന ഒത്തിരി വഴികളുണ്ട്. അതിൽ ഒരു വഴിയാണ് അപ്പുറത്തെ അയൽക്കാരനെ ഓടിക്കാൻ കൊണ്ടിക്കൂടോത്രം ചെയ്യുക. ഈ കൂടോത്രം ചെയ്യുന്നവരൊക്കെ ഓർത്തോണേ, ഈ സാധനം പുതുക്കി വെച്ചില്ലെങ്കിൽ, സമയാസമയം പുതുക്കി വെച്ചില്ലെങ്കിൽ ഇതിങ്ങനെ തിരിച്ചു വരും. മെനക്കെട്ട പണിയാണ് ഇതൊക്കെ. കയറി പിടിക്കരുത്. ഇത് എക്സ്പയർ ഡേറ്റ് കഴിയുമ്പോൾ ഇത് കുഴപ്പമാണ്. ഇത് പുതുക്കിയൊക്കെ വെക്കണം. അപ്പോൾ പുതുക്കാരൻ നോക്കാത്തവർ കയറി പിടിക്കുക. അപ്പുറത്തെ കച്ചവടക്കാരനെ പൊട്ടിക്കാം, പക്ഷെ മുടിഞ്ഞു പോകും. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് തിരിച്ചു വരും. വണ്ടിക്കൂടോത്ര എന്ത് വരുത്തും? ശാപം വരുത്തും. ഈ ദുർമന്ത്രവാദം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പോരുത്. മനുഷ്യനെ ഉപദ്രവിക്കാൻ വേണ്ടി, ഓടിക്കാൻ വേണ്ടിയൊന്നും. മറ്റൊരു കാര്യമാണ് അധാർമികമായ ലൈംഗിക ജീവിതം. ചിലരുണ്ട് ഭയങ്കര മിടുക്കരാ, കണ്ട പെണ്ണുങ്ങളെല്ലാം വളയ്ക്കാൻ മിടുക്കരാ. അവർ ഈ ഫോണിൽ കൂട്ടിരുന്നെല്ലാം വളയ്ക്കും. ഹായ് മോളെ, ഈ കൊച്ചു പിള്ളേരെ വളയ്ക്കുന്ന ഔട്ട് ഓഫ് ഫാഷനാണ്. കല്യാണം കഴിച്ചവരൊക്കെ വളയ്ക്കുന്നതാണ് ഇപ്പോഴത്തെ മോഡേൺ ട്രെൻഡ്. വലിയ അപകടം ഇല്ലെന്നാണ് പറയുന്നത്. അതന്നെ, പൈസ ചിലവില്ല. മറ്റേതിനെയൊക്കെ കൊണ്ടു നടക്കണേ ഐസ്ക്രീം മേടിച്ച് കൊടുക്കണം. ഇതാകുമ്പോൾ വല്ലോൻ്റെ പെണ്ണും പിള്ളയൊക്കെ വളച്ചോ ഇരുന്ന് വളയും. കാരണം അത് കാണുമ്പോൾ അറിയുമ്പോൾ അവൻ പ്രാകും. എൻ്റെ പെണ്ണും പിള്ള ചതിച്ചവനെ മുടിഞ്ഞു പോട്ടെ. പ്രായത്തിലെ രാഗും, പിള്ളേരും രാഗും. ഞങ്ങളുടെ അമ്മയെ ചതിച്ചവൻ മുടിഞ്ഞു പോട്ടെ. ഏക്കും അങ്ങ്. കാരണം കൂടാത്ത ശാപം ഏക്കത്തില്ല. കാരണം ഉള്ളത് എന്ത് ചെയ്യും? ഏക്കും.
അവരൊക്കെ അവസാനം ഇരുന്ന് അനുഭവിക്കേണ്ടി വരും. വേറൊരു കാര്യമാണ്, വലിയ മുതലാളിമാരൊക്കെ ഉണ്ട്, പണി ചെയ്യിക്കും, എന്തോ കൊടുക്കത്തില്ല, കാശ് കൊടുക്കത്തില്ല. കൂലിക്കാരൻ്റെ നിലവിളി ഉയർന്നാൽ പണി ചോദിച്ചാൽ എന്തോ കൊടുക്കണം, കാശ് കൊടുക്കണ്ടേ? കാശ് കൊടുത്തില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് അതൊക്കെ പിന്നെയും തൊഴിലാളികളൊക്കെ സ്ട്രോങ് ആയിട്ടുള്ളത്. പണ്ടുണ്ട് തൊഴിലാളികൾ തമ്പ്രാക്കന്മാരാ, കൊടുക്കത്തില്ല. പിന്നെ കൂലി ചോദിക്കുമ്പോൾ എന്തുമാത്രം തമ്പ്രാക്കന്മാർ ഈ കണ്ടത്തിലൊക്കെ കുഴിച്ചിട്ടുണ്ടെന്നറിയാം. അടിയന്മാരെ തമ്പ്രാക്കന്മാർ ആരുപോലും അറിയത്തില്ല, ഒന്ന് കുഴിച്ച് കുടിക്കളയും, കൊല വിളിച്ച് കളയും. എന്തിയേ ഇവരെല്ലാം, എന്തിയാ തമ്പ്രാക്കന്മാരെല്ലാം, എന്തിയേ തറവാട് തോണ്ടിപ്പോയില്ലേ, കൊലം തോണ്ടിയില്ലേ, കുഴി തോണ്ടിപ്പോയില്ലേ തറവാടൊക്കെ? എന്താ കാര്യം? കണ്ണീരാ. ആരുടെയാ? വേലക്കാരൻ്റെ കണ്ണീരാ. അപ്പോൾ ഈ കണ്ണീരും ഇതെല്ലാം ശാപം വരുത്താം. മനസ്സിലാകുന്നുണ്ടോ? അന്യദൈവ ആരാധനകൾ ഇതെല്ലാം ശാപം വരുത്താൻ വഴിയുള്ള ഒത്തിരി വഴികളാണ്. അങ്ങനെ മനുഷ്യ ജീവിതത്തിലേക്ക് ശാപം വന്നു, ശിക്ഷ വന്നു, മരണം വന്നു. ഇനി രക്ഷപ്പെടാൻ എന്താ വഴി? ഒരേ ഒരു വഴിയേ ഉള്ളൂ, മരിക്കണം. പാപത്തിൻ്റെ ശമ്പളം എന്താ? മരണം. പാപം ചെയ്ത ദേഹി എന്ത് ചെയ്യണം? മരിക്കണം. അപ്പം മരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് ദൈവം പിന്നെ ഒരു ഓപ്ഷൻ കൊടുത്തു. അതാണ് യാഗങ്ങളെന്ന് പറയുക. എല്ലാ മതങ്ങളിലൊക്കെ നോക്കിയാൽ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലൊരു യാഗങ്ങൾ കാണും. യാഗങ്ങൾ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പകരമരണമാണ്. നമ്മൾ മരിക്കേണ്ട സ്ഥാനത്ത് ആര് മരിക്കുന്നു? പകരം ഒരാൾ മരിക്കും. ശരിയല്ലേ? പകരം മരിക്കുന്നു. ആ ഒരു മരണം വേദപുസ്തകം അറിയാവുന്നവർക്കറിയാം, വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിക്കാൻ പോയപ്പോൾ ഇസ്ഹാക്കിന് പകരം ആരെ കഴിച്ചു? ആട്ടുകൊറ്റന്. പെസഹ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. മക്കളും ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടു പോകുമ്പോൾ സംഹാരകം വരുമ്പോൾ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് കഴിച്ച യാഗത്തിൻ്റെ പേര് എന്ത്? പെസഹ. അപ്പോൾ അങ്ങനെ പകരമരണമുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നാളെ ചെയ്യാൻ പോകുന്ന പാപത്തിന് ഇന്ന് പ്രായശ്ചിത്തമുണ്ടോ? ഇല്ല. ചെയ്ത പാപത്തിനെ എന്തുള്ളൂ? യാഗമുള്ളൂ. പാപം ചെയ്തു, യാഗം കഴിച്ചു, വീണ്ടും എന്ത് ചെയ്യണം? എന്ത് ചെയ്യും? പാപം ചെയ്യും. എപ്പം ചെയ്യുമെന്ന് നമുക്കറിയത്തില്ല. എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാമോ? ചെയ്യും ഇല്ലേ? ചെയ്യും. ക്ഷമയ്ക്ക് അവാർഡ് കിട്ടിയൊരു മനുഷ്യനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പിള്ളേർ വന്നു. പുള്ളിക്ക് ക്ഷമയ്ക്ക് അവാർഡ് കിട്ടി. അപ്പോൾ വന്ന കൊച്ചി വെച്ചു. ഈ പത്രക്കാർ കണ്ടില്ലേ, പുറകേ നടന്ന് വഴക്കുണ്ടാക്കും. കണ്ടിട്ടില്ലേ? സാർ അപ്പോഴാണ് ഈ ദേഷ്യം വരുന്നത്. സാറിനപ്പം ദേഷ്യം വന്നിട്ടില്ലേ? ഇല്ല. ദേഷ്യപ്പെട്ടിട്ടില്ലേ? ഇല്ല. അപ്പം ദേഷ്യപ്പെട്ട ഓർമ്മയില്ലേ? ഇല്ല. ഇങ്ങനെ കുറേ നേരം ചോദിച്ചപ്പോൾ അവൻ അങ്ങനെ പറഞ്ഞത്, കൊച്ചൻ ഞാൻ നിന്നോട് കുറേ നേരം ഉണ്ട് പറയുന്നു. മനുഷ്യനെ ഒരുമാതിരി കുത്തി ഞാൻ നിന്നോട് നീ പോത്തിന് പണി ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. അപ്പോൾ അകത്ത് കിടക്കുന്ന ഒരു സാധനം എപ്പോഴാണെങ്കിലും എന്ത് ചെയ്യുക? പുറത്ത് വരാം. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യണം? പാപം ചെയ്തു, യാഗം ചെയ്തു, വീണ്ടും എന്ത് ചെയ്തു? പാപം ചെയ്തു. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യണം? യാഗം കഴിക്കണം. ഈ യാഗം കഴിക്കണമെങ്കിൽ പുരോഹിതന്മാർ വേണം. അതാണ് ഈ ദേവാലയത്തിൽ കൊണ്ട് പഴയ നിയമ ദേവാലയത്തിലുണ്ട്. അപ്പോൾ ഈ യാഗം ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഇറച്ചി ആർക്കുള്ളതാണ്? മെയിൻ ഇറച്ചിയുടെ കുറച്ച് ഭാഗം കഴിക്കും, ബാക്കി കുറച്ച് ഭാഗം ആർക്കുണ്ട്? പുരോഹിതനുണ്ട്. ഈ പുരോഹിതൻ ഇറച്ചിയിലാണോ കഴിച്ചങ്ങ് നന്നായി വയറെല്ലാം ചാടി. അതുകൊണ്ടാണ് ഈ മതം മനുഷ്യനെ മയക്കുന്ന കറപ്പ. പൗരോഹിത്യ മതത്തിൻ്റെ ചട്ടക്കൂടിനകത്ത് പൗരോഹിത്യ മതം അങ്ങ് ചീർത്തു വന്നു. ഞങ്ങൾ സാധാരണ പറയുന്നൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ ഉദ്ദേശിമാർക്ക് ഇച്ചിരി സെൻറ്ററൊക്കെ വെച്ചാൽ പറയും, കൊള്ളാമല്ലോ സെൻട്രൽ പാസ്റ്റർ ആകാറായല്ലോ. ഞാനും ഒരു സെൻട്രൽ പാസ്റ്ററാണ്, ഇച്ചിരി സെൻറ്ററുണ്ട്. അപ്പോൾ അപ്പം പറഞ്ഞു വന്നൊരു താല്പര്യം എൻ്റെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മതം മനുഷ്യനെ ചൂഷണം ചെയ്യാൻ തോന്നും. നീ പാപിയാ, നീ എന്ത് കഴിക്കണം? പരിഹാരം ഭയങ്കര ചിലവാണ്. ഇപ്പോൾ യേശുവിൻ്റെ കാലം ആയപ്പോഴത്തേന് ഇവർ യാഗം കഴിക്കാൻ വേണ്ടി യെരുശലേമിലേക്ക് ആടുമായിട്ട് ദൂരെ നിന്ന് വരുമ്പം ഈ പുരോഹിതന്മാരുടെ ബിനാമികളിരുന്ന് ഈ ആടിനെ പരിശോധിച്ചിട്ട് പറയും, ഈ ആട് കൊള്ളത്തില്ല, ഇതിന് പുഴുക്കുത്തുണ്ട്, ഇതിന് ഊനമുണ്ട്, അതിനെന്തോ ചെയ്യണം? ഞങ്ങളുടെ ആടുണ്ട്, പക്ഷേ ചോദിക്കുന്ന എന്ത് തരണം? വില തരണം. അതിനെ ഈ കർത്താവിൻ്റെ കാലത്ത് കർത്താവ് എല്ലാം കൂടെ മറിച്ച് കളഞ്ഞിട്ട് ചാട്ടയെടുത്ത് അടിച്ച് ഓടിച്ച ഒരു സംഭവം കേട്ടിട്ടുണ്ടോ? എന്താ? മതം മനുഷ്യനെ ചൂഷണം ചെയ്യുക. മനസ്സിലാകുന്നുണ്ടോ? മതം മനുഷ്യനെ എന്ത് ചെയ്തു? ചൂഷണം ചെയ്തപ്പം തമ്പുരാൻ്റെ കോപം ജ്വലിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് പാപത്തിന് പരിഹാരമാകാതിരുന്നപ്പോൾ ശിക്ഷയും ശാപവും മരണവും മനുഷ്യനെ വേട്ടയാടിയപ്പോൾ മനുഷ്യൻ ഇതിൻ്റെ എല്ലാം കൂടെ ഇടയ്ക്ക് കിടന്ന് നിലവിളിച്ചു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ
എന്നെ ആര് രക്ഷിക്കും, എന്നെ ആര് രക്ഷിക്കും, എന്നെ ആര് രക്ഷിക്കും? അതിനുത്തരമായിട്ട് പിതാവാം ദൈവം അയച്ച ഒരു ഉത്തരം, തൻ്റെ ഏകജാതനായ പുത്രൻ, തൻ്റെ ശബ്ദം, തൻ്റെ വാച്ച്, തൻ്റെ ഏകജാതൻ നമുക്ക് വേണ്ടി ജഡാവതാരമെടുത്തു. ക്രിസ്തു ഭൂമിയിൽ ജഡാവതാരമെടുത്തു, മനുഷ്യനായി അവതരിച്ചു. എന്തിനാണെന്നറിയാമോ? മനുഷ്യൻ മൂലം പാപം ഉണ്ടായതുകൊണ്ട് പാപത്തിൻ്റെ പരിഹാരവും മനുഷ്യൻ മൂലം ഉണ്ടാകേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ആരായി? മനുഷ്യനായി. അതാണ് ആര്? ക്രിസ്തു. തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനാം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം മനുഷ്യനായി. ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതം, ദൈവം ആരായതാ? മനുഷ്യനായതാ. ശ്രദ്ധിക്കണേ, ദൈവം ആരായി? മനുഷ്യനായി. ദൈവം ആരാ മക്കളെ? ഈ സർവ്വത്തെ സൃഷ്ടിച്ച ദൈവം താണ്ട് ഒരു കൊച്ചു മനുഷ്യനായിട്ട് നിൽക്കുക, ചെറുതായി. ദൈവം ചെറുതായി ഭൂമിയിലേക്ക് വന്നു. വലിയ അത്ഭുതമാണ്. അതാ ലോകത്തിലെ ഏറ്റവും വലിയ. മനുഷ്യൻ ചന്ദ്രന് വരെ പോയിട്ടുണ്ട്, അത് വലിയ അത്ഭുതമായിട്ടാണ് കാണുന്നത്. ഇന്ന് നമ്മൾ അയച്ച ഒരു സാധനം മംഗളയാൻ എവിടം വരെ പോയി? മംഗളയാൻ എവിടെ പോയേ? ചൊവ്വ ആണോ? ചൊവ്വായി പോയില്ലേ? അത് വലിയ സന്തോഷമല്ലായിരുന്നോ? ഇന്ത്യക്കാരെല്ലാം നോക്കിയില്ല, മംഗളയാൻ എവിടെ പോയി? ചൊവ്വായി പോയി. കാരണം എന്നാണെന്നറിയാമോ? ഇപ്പോഴാണത് മാറുന്നത്. ഞങ്ങളുടെയൊക്കെ സമയത്ത് ഈ കലാപരിപാടികൾ, മെയിൻ ഒരു കലാപരിപാടി മിമിക്സ് ആയിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പോൾ ഈ കലാപരിപാടികൾ പാട്ടും DJ ഡാൻസും ഒക്കെയാണ്. മിമിക്സ് ഓർമ്മയുണ്ടോ? കലാഭവൻ ഒരേ ജുബയൊക്കെ ഇട്ട് അവരിങ്ങനെ, അവിടെ ഒരു മെയിൻ ഐറ്റമായിരുന്നു അന്ന്. ചെറിയ ലോകശക്തികൾ, അന്നത്തെ ഏറ്റവും വലിയ ശക്തി ആരാ? അമേരിക്ക, റഷ്യ, ചൈന, ജപ്പാൻ. അപ്പോൾ ഇവരിങ്ങനെ ഇതാ റോക്കറ്റ് പിടിക്കുകയാണ്. അമേരിക്ക റോക്കറ്റ് വിടുന്നു, പൊയ്. റഷ്യ റോക്കറ്റ് വിട്ടു, പൊയ്. ചൈന പൊയ്. ഇന്ത്യ തിരിച്ചു വന്നു. അങ്ങനെ ഇന്ത്യ വിട്ട പണ്ടൊരു സാധനം സ്കൈലാബ്, അത് നിങ്ങൾക്ക് ഓർമ്മ കാണത്തില്ല, താഴെ വരുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളമായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊന്നുമല്ല. നമ്മൾ വിട്ട സാധനം എവിടെ ചെന്നു? ചൊവ്വ വരെ ചെന്നു. പക്ഷേ അതിലൊക്കെ വലിയൊരു അത്ഭുതമാണ്. ഇതിനൊക്കെ അപ്പുറമാണ് ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ രഹസ്യം ഇതുവരെ ആരും കണ്ടെത്തിയിട്ടില്ല. ഈ പ്രപഞ്ചം മുഴുവൻ ഒറ്റ വാക്കുകൊണ്ട് സൃഷ്ടിച്ച തമ്പുരാൻ ആരായി മാറി? ദൈവം ആരായി? മനുഷ്യനായി. ദൈവം ആരായി? മനുഷ്യനായി. അതാണ് ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതം. ദൈവം ആരായതാ? മനുഷ്യനായതാ. ദൈവം മനുഷ്യനായി. മനുഷ്യനായ ദൈവം 30 വയസ്സ് വരെ മാതാപിതാക്കൾ കീഴ്പ്പെട്ട് ജീവിച്ചു. ചരിത്രത്തിൽ ക്രിസ്തു ഭൂജാതനായി. ദൈവം മനുഷ്യനായി. 30 വയസ്സ് വരെ മാതാപിതാക്കൾ കീഴ്പ്പെട്ട് ജീവിതം ക്രിസ്തു 30ാമത്തെ വയസ്സിൽ പരിശുശ്രൂഷ ആരംഭിച്ചു. 3.5 വർഷക്കാലം പരിശുശ്രൂഷ ചെയ്തു. നന്മ മാത്രം ചെയ്തു. ഒരു ദോഷവും ആർക്കും. നന്മ മാത്രം ചെയ്തു. നാടകം നന്മ ചെയ്യുവാൻ ചുറ്റി നടന്നവനെ. അങ്ങനെ നന്മ മാത്രം ചെയ്ത ക്രിസ്തു ഗതസമരയുടെ രാത്രിയിൽ റോമൻ പടയാളികളും ഇസ്രായേൽ മതത്തിൻ്റെ പോലീസും കൂടി യേശുവിനെ അറസ്റ്റ് ചെയ്തിട്ട് നേരെ മതകോടതി കൊണ്ടുപോയി. 3 മതകോടതി രാത്രി വിസ്തരിച്ചു. 1 അന്നാസ്, 2 കയ്യഫാവ്, 3 സന്നദ്ധ സംഘം. പ്രിയരെ, രാത്രി സ്വാഭാവിക കോടതി രാത്രിയിലുണ്ടോ? രാത്രി കോടതി കൂടുമോ? ഇല്ല. പക്ഷെ അവർ തിടുക്കിട്ട് കോടതി കൂടി. തിടുക്കിട്ടവർ വിധി പറഞ്ഞു, ഒറ്റ രാത്രി കൊണ്ട് ഇവനെ ക്രൂശിക്കണം. പക്ഷെ ക്രൂശിക്കാനായിട്ട് ലോക കോടതിയുടെ അംഗീകാരം വേണം. തെളിവ്, നമ്മളിപ്പം കല്യാണം പള്ളി നടത്തിയാലും കല്യാണം വാലിഡ് ആകണമെങ്കിൽ എവിടെ പോയി രജിസ്റ്റർ ചെയ്യണം? പഞ്ചായത്തിലോ രജിസ്റ്റർ ഓഫീസിലോ പോയി എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. ഇതുപോലെ മതകോടതി വിധിച്ചെങ്കിലും ശിക്ഷ നടപ്പാക്കണമെങ്കിൽ ലോക കോടതിയുടെ അംഗീകാരം വേണം. അന്നത്തെ ഇസ്രായേൽ ഭരിച്ചിരുന്ന റോമാക്കാരുടെ കോടതിയുടെ അംഗീകാരത്തിന് വേണ്ടി പീലാത്തോസിൻ്റെ അടുക്കൽ കൊണ്ടുപോയി. പീലാത്തോസ് യേശുവിനെ കുറ്റം പഠിച്ചു. കുറ്റപത്രം വായിക്കണം, പക്ഷേ യേശുവിനെതിരെ കുറ്റപത്രം ഇല്ല. മറ്റൊരു കാര്യം, സാക്ഷിമൊഴികൾ ഒത്തു വന്നിട്ടില്ല. പ്രതിയെ കയ്യേറ്റം ചെയ്യാൻ പാടില്ല, കയ്യേറ്റം ചെയ്തു. പീലാത്തോസ് എല്ലാം പഠിച്ചു. പീലാത്തോസിന് പിടികിട്ടി. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 18-ാം അധ്യായം അവസാന വാക്യം, 19-ാം അധ്യായത്തിൽ പീലാത്തോസ് കൂടെ പറയുന്നൊരു വാക്കുണ്ട്, ഈ നിൽക്കുന്ന പ്രതിയിൽ ഞാനൊരു തെറ്റും എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. ശ്രദ്ധിക്കണം, ഈ നിൽക്കുന്ന പ്രതിയിൽ ഞാനെന്ത് കാണുന്നില്ല? തെറ്റ് കാണുന്നില്ല. ഒരു കോടതി പറയുകയാണ്, കോടതിയുടെ ആപ്തവാക്യം എന്താ? 1000 കുറ്റവാളി രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും എന്ത് ചെയ്യരുത്? ശിക്ഷിക്കപ്പെടരുത്. ആ ബേസാണ് കോടതിയുടെ ബേസ്. പക്ഷേ
പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, പീലാത്തോസ് പറയുന്നു, ഈ നിൽക്കുന്ന പ്രതിയിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ ബാക്കി പത്രം പൂരിപ്പിച്ചേ, ബാക്കി പറ. അതുകൊണ്ട് ഈ കോടതി ഈ പ്രതിയെ എന്ത് ചെയ്യുന്നു? വെറുതെ വിടുന്നു. അങ്ങനെയല്ലേ പറയണ്ടേ? അങ്ങനെയാണോ പറയേണ്ടത്? പറ മക്കളെ, ആണോ? പുളിയമല്ലക്കാരെ, പുളിയമല്ലല്ലേ ഇത്? നിങ്ങൾ പൗരബോധമുള്ളവരല്ലേ? നിങ്ങളോട് ഞാൻ ചോദിക്കുക, കോടതി പറയുന്നു ഈ നിൽക്കുന്ന പ്രതിയിൽ ഒരു തെറ്റും കാണുന്നില്ല, ബാക്കി പറഞ്ഞു. അതുകൊണ്ട് ഈ കോടതി ഈ പ്രതിയെ വിട്ടയക്കുന്നു. പക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 1000 കുറ്റവാളി രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടുന്നുള്ള റോമൻ സനാതന നിയമത്തിൻ്റെ അടിത്തറയിൽ പണിതുയർത്തിയ റോമൻ കോടതി പറയുന്നു, അതുകൊണ്ട് ഞാൻ ഈ പ്രതിയെ അടിപ്പിച്ചു വിട്ടയക്കും. അടിപ്പിക്കും. കുറ്റം എന്താ? ഒരു കുറ്റവും ഇല്ല, എന്നിട്ടും അവനെ അടിപ്പിക്കുമെന്ന്. ശ്രദ്ധിക്കണേ, അടിപ്പിക്കുമെന്ന്. ഇത് കേട്ട താമസം റോമൻ പടയാളികൾ യേശുവിനെ ഒരു കൽത്തുറങ്കിൽ കുനിച്ചു നിർത്തി റോമൻ ചാട്ടകൾ കൊണ്ട് അടിക്കാൻ തുടങ്ങി. റോമൻ ചാട്ടകൾക്ക് പല ലെയറാണ്. ഒരേ ചാട്ടയിൽ തന്നെ പല ലെയറുണ്ട്. ഓരോന്നിൻ്റെ അറ്റത്തും കൊളുത്തുകളും എല്ലുകളും മുള്ളുകളും ഒക്കെ ഉണ്ട്. അത് അടിക്കുമ്പോൾ ആഞ്ഞിറങ്ങി എടുക്കുമ്പോൾ അത്രയും മാംസം പറിഞ്ഞു പോരും. അതിൻ്റെ അടുത്ത് വീണ്ടും അടിക്കുമ്പോൾ ആഞ്ഞിറങ്ങാൻ വേണ്ടി ചാട്ട ഓരോ പ്രാവശ്യവും അടുത്തുള്ളൊരു കൽത്തളത്തിൽ ലാച്ചി വൃത്തിയാക്കി എടുക്കും, വീണ്ടും അടിക്കും. അങ്ങനെ 1 കുറേ 40 അടി അടിച്ചു. ഓരോ അടിയും പല ലെയറായിട്ട് വീഴും. എന്തിനാ അടിച്ചേ? ഒരു കുറ്റവും ഇല്ലാഞ്ഞിട്ട് അടിച്ചു. എന്തിനാ ശിക്ഷിക്കപ്പെട്ടെ? റോമർ 8:1. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശു ഉള്ളവർക്ക് എന്തില്ല? ശിക്ഷാവധിയില്ല. പ്രിയരെ, ശിക്ഷാവധിയില്ല, പകരം ശിക്ഷയേറ്റു. ചക്രവർത്തിമാരുടെ കാലഘട്ടം റഷ്യയില. ആ കാലഘട്ടത്തിൽ ചക്രവർത്തിമാരുടെ കിരാത ഭരണത്തിനെതിരെ പീപ്പിൾ മൂവ്മെൻറ്റ്സ് ഉണ്ടായി. ആ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരുപറ്റം ചെറുപ്പക്കാർ വളരെ ദൂരം യാത്ര ചെയ്ത് കൊട്ടാരം ആക്രമിക്കാൻ വേണ്ടി പോകുക. കൊട്ടാരം പിടിച്ചെടുക്കണം, ചക്രവർത്തിമാരുടെ കിരാത ഭരണം അവസാനിപ്പിക്കണം. കഠിനമായ നിഷ്ഠയോടുകൂടി തീരുമാനത്തോടുകൂടി യാത്ര ചെയ്ത ചെറുപ്പക്കാർ, അവർ രാത്രിയിലാണ് യാത്ര ചെയ്യുക. വളരെ കഷ്ടപ്പെട്ടാണ് വനാന്തരങ്ങളിലൂടെ യാത്ര ചെയ്യുക. അവർക്ക് ഈ യാത്രയ്ക്ക് വേണ്ട ഭക്ഷണം അവർ ശേഖരിച്ചിട്ടുണ്ട്. പക്ഷേ ദീർഘദൂര യാത്ര ആയതുകൊണ്ട് ഒത്തിരി ലഗേജ് ഒക്കത്തില്ല, കുറച്ച് ഭക്ഷണങ്ങൾ. സംഘത്തലവൻ പല നിയമങ്ങൾ ഈ യാത്രയ്ക്ക് വേണ്ടി എടുത്തു. സംഘാംഗങ്ങളോട് പറഞ്ഞു, നമ്മുടെ കയ്യിൽ ഭക്ഷണം കുറവാണ്, അതുകൊണ്ട് എല്ലാവരും ഒരു നേരമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ഇത്ര ഔൺസ് ഭക്ഷണമേ കഴിക്കാൻ പാടുള്ളൂ. കാരണം നമുക്ക് അവിടെ വരെ ചെല്ലണം, നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ്, കഠിനമേറിയ യാത്രയാണ്. ഈ യാത്രയിൽ ആരെങ്കിലും നിയമം തെറ്റിച്ച് കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ അവരെ മരത്തെ കെട്ടിയിട്ട് 25 അടി അടിക്കും. നിയമമാണ്, കാരണം ഇത് ചെല്ലാം. സമ്മതിച്ചു. സംഘാംഗങ്ങൾ യാത്ര തിരിച്ചു. ഏത് സംഘത്തിനും യാത്രയ്ക്ക് നിയമം വേണം. നിയമമില്ലാതെ ഒരു യാത്ര വെക്കുമോ? ഇല്ല. ഒടുവിൽ സംഘാംഗങ്ങൾ കണ്ടെത്തി ആരോ രാത്രി കൂടുതൽ ഭക്ഷണം കഴിക്കുന്നു. ഉത്തരവ് അന്വേഷണം എത്തി. സംഘത്തലവൻ്റെ അമ്മയും കൂട്ടത്തിലുണ്ട്. ഉപേക്ഷിക്കാൻ മറ്റ് നിവൃത്തിയില്ലാത്തതുകൊണ്ട്, മറ്റ് വഴിയില്ലാത്തതുകൊണ്ട് ഈ അമ്മയും കൂട്ടത്തിൽ കൂട്ടിയിട്ടുണ്ട്. അമ്മയാണ് കൂടുതൽ ഭക്ഷണം കഴിച്ചിരിക്കുക. എന്തു ചെയ്യും? എല്ലാവരും നോക്കി. സംഘത്തലവൻ്റെ തീരുമാനം എന്തായിരിക്കും? കാരുണ്യമില്ലാത്ത കണ്ണുകളോടെ സംഘത്തലവൻ പറഞ്ഞു, അമ്മ വേറെ, നിയമം വേറെ. നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. തെറ്റ് ചെയ്തവൻ ശിക്ഷയേക്കണം. അമ്മ ആണെങ്കിലും ആരാണെങ്കിലും കൊണ്ടുവരൂ, അടിക്കൂ. അമ്മയെ മരത്തെ കെട്ടി. ദയനീയമായ അമ്മ മോനെ നോക്കുന്നുണ്ട്. അവനാണ് ശിക്ഷ നടപ്പാക്കേണ്ടത്. എന്തെങ്കിലും കാരുണ്യം കാണൂ? ഒരു കാരുണ്യം ആ കണ്ണിലില്ല. അമ്മയെ പിടിച്ചു കെട്ടി. അടിക്കേണ്ട പടയാളി സംഘാംഗം വരുന്നു, ചാട്ടയെടുക്കുന്നു, അമ്മയെ അടിക്കുക. ദയനീയമായ അമ്മ മകനെ നോക്കുക. കഠോരമായ മനസ്സോടെ ഒരറിവുമില്ലാതെ മകൻ നിൽക്കുക. അടുത്ത് വന്നു, ചാട്ട അടിക്കാൻ തുടങ്ങി. മോനൊരു കാര്യം ചെയ്തു. ശിക്ഷ നടപ്പാക്കാൻ ഉത്തരവിട്ട മകൻ ഓടിച്ചെന്ന് കെട്ടിയിട്ട് അമ്മയെ കെട്ടിപ്പിടിച്ചിരുന്നു. അടിച്ചു. ഓരോ അടിയും 25 അടിയും ആളുടെ പുറത്തേറ്റു, മകൻ്റെ പുറത്തേറ്റു. ഇത് തന്നെയാണ് കാൽവറി നടന്നത്. മനുഷ്യൻ്റെ പാപത്തിൻ്റെ ശിക്ഷ അവൻ്റെ മേലായി. നമുക്ക് പകരം, മനുഷ്യന് പകരം.
ഈ ശിക്ഷ നമുക്ക് വേണ്ടി ഏറ്റത് നമുക്ക് എങ്ങനെ അനുഭവമാകും? അതുകൊണ്ടാണ് പറയുക, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബം എന്താകും? രക്ഷ പ്രാപിക്കും. ക്രിസ്മസിൻ്റെ ഒരു സമയത്ത് പല രാജ്യങ്ങളിലും വലിയ വലിയ ഉത്സവങ്ങളൊക്കെ, പള്ളി പെരുന്നാളുകളും കരോളുകളും ഒക്കെ നടക്കും. അതിലൊരു സ്ഥലത്ത്, പാശ്ചാത്യ ലോകത്ത് ഒരു കരോൾ നടക്കുക. എല്ലാ പള്ളിയിലെ എല്ലാ സൺഡേ സ്കൂൾ അധ്യാപകരും ഓരോ സൺഡേ സ്കൂൾ ക്ലാസ്സും ഓരോ പരിപാടിയാക്കണം. 8ാം ക്ലാസ്സിലെ കുട്ടികളുടെ പരിപാടി ഒരു നാടകമാണ്. ആ നാടകത്തിൻ്റെ പേര് ഇത് ഇന്നെന്നാണ്. സത്രം ഇത് ഇന്നെന്നാണ് അതിൻ്റെ പേര്. നാടകം ഇതാണ്. അവർ രംഗം പുനരാവിഷ്കരിക്കുക, ക്രിസ്തുവിൻ്റെ ജനനം പുനരാവിഷ്കരിക്കുക, നാടകം തുടങ്ങുന്നു. അപ്പോൾ നാടകത്തിൽ ആരെയെല്ലാം ചേർക്കണം? അതിനകത്ത് ഒരു കുഞ്ഞുണ്ടായിരുന്നു. അവൻ്റെ പേര് വാലസെന്ന. വാലസ് ഇച്ചിരി സ്ലോയാ, അധികം മിണ്ടത്തില്ല, ഇച്ചിരി വന്നപ്പോൾ ഇച്ചിരി ഒരു പുറകിലുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ അവനെ കൊണ്ടൊരു കാര്യം പഠിച്ച് ചെയ്യാൻ പാടാ. അപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞു, വാലസ് ഉണ്ടെങ്കിൽ നാടകം കുളമാകും, കാരണം വാലസിന് പറയാൻ അറിയത്തില്ല, തെറ്റിക്കും, നാടകം ശരിയാകത്തില്ല. അപ്പോൾ മറ്റെല്ലാവരും കൂടെ പറഞ്ഞു, ക്രിസ്മസ് അല്ലേ, വാലസിനെ ഒഴിവാക്കിക്കൊണ്ടൊരു ക്രിസ്മസിനെ നാടകം നടത്തി അത് തമ്പുരാനോട് ചെയ്യുന്ന ക്രൂരതയാണ്. കാരണം ക്രിസ്തു ആരെയും ഒഴിവാക്കില്ല, വാലസിനെ കൂടെ ചേർക്കാം. ഇനി എന്താ ചെയ്യുക? ഏറ്റവും കുറച്ച് സംസാരിക്കേണ്ട റോളാക്കാം. ഒടുവിൽ വാലസിനെ ഏൽപ്പിച്ചു. സത്രത്തിൻ്റെ ഉടമയാണ്. മറിയത്തെ താങ്ങിക്കൊണ്ട്, ഗർഭിണിയായ മറിയത്തെ താങ്ങിക്കൊണ്ട് ജോസഫ് വരുന്നു. സത്രത്തിൻ്റെ വാതിക്ക മുട്ടുന്നു, കതക് തുറക്കുന്നു. ഒരു ഇടം തരുവൻ ചോദിക്കുന്നു. വാലസ് ഇത്രയും പറയണം, ഹിയർ നോ പ്ലേസ്, കഥ അടയ്ക്കണം, ഇത്രയും മതി. അത് തന്നെ പഠിക്കാൻ വാലസ് പാടുപെട്ടു, കാരണം അവന് സംസാരിക്കാൻ പാടാ. കട്ടം പൊങ്ങുന്നു, നാടകം തുടങ്ങുന്നു. പാവം ജോസഫ് മറിയത്തെ, ഗർഭിണിയായ ക്ഷീണിതയായ മറിയത്തെ താങ്ങി പഠിച്ചുകൊണ്ട് വരുന്ന സീന വന്നു. സത്രത്തിന് മുമ്പിൽ കൊട്ടി. വാലസ് കഥ തുറന്നു. ജോസഫ് ചോദിച്ചു, ഒരിടം തരാമോ? വാലസ് സങ്കടപ്പെട്ടു പോയി. നാടകമാണെന്ന് മറന്നു. വാലസ് നോക്കി നിൽക്കുക. അപ്പോൾ ടീച്ചർമാർ അപ്പുറത്ത് നിന്നോട് പറഞ്ഞു, നമ്മൾ ഈ കണ്ടിട്ടില്ല കലോത്സവമൊക്കെ നടക്കുമ്പോൾ മുമ്പിൽ പോയി നിന്ന് ടീച്ചർമാർ, കാരണം അവർക്കിത് കണ്ടിട്ടുണ്ടോ? അപ്പുറത്ത് ഇതുകൊണ്ട് പറഞ്ഞു ടീച്ചർമാർ, നോ പ്ലീസ്, നോ പ്ലീസ്, നോ പ്ലീസ്, നോ പ്ലീസ്. ഒടുവിൽ വാലസ് കഷ്ടപ്പെട്ട് പറഞ്ഞു, നോ പ്ലീസ്. ഉടനെ കഥ അടയ്ക്കണം. പക്ഷേ വാലസ് കഥ അടച്ചില്ല. നാടകം ജോസഫ് മറിയത്തെയും കൊണ്ട് താങ്ങി പിടിച്ചുകൊണ്ട് പോവുക. പിന്നെ വരും ദൂതന്മാർ വരും, കാലിത്തൊഴുത്ത് വരും, ഇതെല്ലാം നാടകം ഉണ്ടാക്കണം, മുമ്പോട്ട് പോകണം. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പം വാലസ് തിരിച്ചു വിളിച്ചു. അവർ തിരിച്ചു വെച്ചാൽ പറഞ്ഞു, ബാ ഇടം തരാമെന്ന്. ഇനി നാടകം എങ്ങനെ മുമ്പോട്ട് പോകും? ആ നാടകത്തിൻ്റെ പേര് ദൈൻ. പൊട്ടനാ വാലസ്, ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ സ്ലോയാ. പക്ഷേ വാലസ് പറഞ്ഞു, ജനമെല്ലാം എഴുന്നേറ്റ് ഇന്ന് കൈയടിച്ച് ആ പ്രാവശ്യത്തെ ഏറ്റവും നല്ല നാടകം അതായിരുന്നു. എന്താ കാര്യം? അവൻ പറഞ്ഞു, ഇവിടെ എന്തുണ്ട്? ഇടമുണ്ട്. നമുക്കെല്ലാവർക്കും വേണ്ടി ക്രിസ്തു ശിക്ഷയേറ്റു. പക്ഷെ ആ ശിക്ഷ നമ്മൾക്ക് പകരമാകാൻ ഒരു വഴിയുണ്ട്. മുഴുവൻ പേർക്കും വേണ്ടിയാ. പക്ഷെ അവനെ ഹൃദയത്തിൽ സ്വീകരിക്കണം. മനസ്സ് പറഞ്ഞ് ഇവിടെ ഇടമുണ്ടെന്ന് പറയുന്ന പോലെ എൻ്റെ ഹൃദയത്തിൽ നിനക്ക് ഇടമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിസ്തുവിലാകും. അടിയെല്ലാം ക്രിസ്തുവാണ്, പൊതിഞ്ഞു നിൽക്കും. ഈ രാത്രി എത്ര പേര് പറയും, എൻ്റെ ഹൃദയത്തിൽ ഇടമുണ്ട്, എനിക്ക് പകരം അടിയേറ്റ ക്രിസ്തുവിന് എൻ്റെ ഹൃദയത്തിൽ. അടിച്ചത് കൊണ്ട് അവർ തൃപ്തിപ്പെടുമെന്നാണ് പീലാത്തോസ് ഓർത്തത്. പക്ഷെ അവർ തൃപ്തിപ്പെട്ടില്ല. അവർ പറഞ്ഞു അവനെ ക്രൂശിക്കണം. പീലാത്തോസ് വീണ്ടും ഒരു അടവെടുത്തു. 2 പേരെ കൊണ്ടു നിർത്തി. ആരെയാ? ബറബാസ്. പിന്നെ ആരാ? യേശു. പെസഹ തോറും ഒരാളെ വെറുതെ വിടും. അതുകൊണ്ട് ആരെങ്കിലും ഒരാളെ വെറുതെ അവർ ക്രിസ്തു ഓർത്ത് കഴിഞ്ഞ ആഴ്ച, പീലാത്തോസ് ഓർത്ത് കഴിഞ്ഞ ആഴ്ച ഇവർ പറഞ്ഞു, ഓശന്ന ഓശന്ന, കുരുത്തോല പെരുന്നാളാ. അതുകൊണ്ട് അവർ ക്രിസ്തുവിനെ വെറുതെ വിടണം എന്നാവശ്യപ്പെടുന്ന ഓർത്തത്. 2 പേരെ കൊണ്ടു നിർത്തി. ബറബാസ്, ക്രിസ്തു ആരെ വേണം? പക്ഷെ അവരാക്രോശിച്ചു. അവനെ ക്രൂശിക്കുക, ബറബാസിനെ വിട്ടുതരിക. അവനെ ക്രൂശിക്കുക, ബറബാസിനെ വിട്ടുതരിക. ബറബാസിനെ വിട്ടയച്ചു. യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടി ബറബാസ് വീട്ടിലോട്ട് പോന്നു. ക്രിസ്തു കുരിശുമെടുത്തുകൊണ്ട് പോവുകയാണ്. ഞാൻ എൻ്റെ ഭാവനയിൽ ബറബാസിൻ്റെ പുറകെ പോയി. ബറബാസ് തിരിഞ്ഞ് നോക്കുന്നുണ്ട്. അവന് വിശ്വസിക്കാൻ വയ്യ, അടുത്ത ദിവസം ക്രൂശിക്കപ്പെടേണ്ടവനാ.
അവനിങ്ങനെ വീണ് കരഞ്ഞും പോവുക, തിരിഞ്ഞു നോക്കുന്നുണ്ട്. അവൻ കൊലപാതകൻ, കലഹത്തിൽ പിടിക്കപ്പെട്ടവൻ, ഞാൻ കൊലപാതകൻ, കുറ്റം ചെയ്തവൻ. അവന് ഒന്നും കുറ്റം ചെയ്യാത്തവൻ, നിഷ്കളങ്കൻ, പാപരഹിതൻ, പാപമൊന്നെന്നറിയാത്തവൻ, പരമപരിശുദ്ധൻ താണ്ട് കുരിശെടുത്തുകൊണ്ട് പോവുകയാണ്. ബറബ്ബാസ് നടന്ന് വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് ബെല്ലടിച്ചു. എൻ്റെ ഭാവനയാ. കൊച്ചോടി വന്ന് നോക്കിയിട്ട് പറഞ്ഞു, അമ്മ അപ്പ നിൽക്കുന്നു, ചുമ്മാ ഇരി, അപ്പ ചെയ്യില്ല, വട്ട നിനക്ക്, അപ്പയല്ല, ആണ് അപ്പയാ, സത്യം താണ്ട അപ്പ. എല്ലാവരും വന്നു, അപ്പ. എല്ലാവരും ബറബ്ബാസ് നിനക്കെന്തോ പറ്റി? ബറബ്ബാസ് പറഞ്ഞു, എനിക്ക് എന്താണെന്ന് അറിയില്ല, പക്ഷെ ഒന്നും എനിക്കറിയാം, ഞാൻ സ്വാതന്ത്ര്യത്തിൻ്റെ ലോകത്തേക്ക് പോയപ്പോൾ അവൻ എനിക്ക് പകരം അങ്ങോട്ട് പോയിട്ടുണ്ട്, കുരിശെടുത്തോണ്ട്. കുരിശും നിജതോളിലേടു ഒരുവൻ ഗിരിമേ കയറി പോകുന്ന കാഴ്ചക്കാമീൻ. കുരിശും നിജതോളിലേടു ഒരുവൻ ഗിരിമേ കയറി പോകുന്ന കാഴ്ചക്കാമീൻ. അവനീശസുതൻ മഹിമോന്നതനാം അവനീശ്വരനിൽ ബഹുവന്നിധനാ. അവനീശസുതൻ മഹിമോന്നതനാം അവനീശ്വരനിൽ ബഹുവന്നിധനാം. അവനീവിധ വേള സമ്മാന മുഴന്നതു കാണീ. പാപികളാ നരകായി കുരിശും നിജത്തോളിലേടു ഒരുവൻ ഗിരിമേ കയറി. കാഴ്ചക്കാർ കുരിശ് എടുത്തുകൊണ്ട് പോകുകയാണ്. അവരാവശ്യപ്പെട്ട് അവനെ ക്രൂശിക്കുക തന്നെ ചെയ്യണം. ക്രൂശുമരണം ശാപത്തിൻ്റെ ലക്ഷണം. ഞാൻ പറഞ്ഞു, മനുഷ്യൻ്റെ മേലൊരു ശാപം വരുന്നുണ്ട്. എങ്ങനെ വന്നേ? ശിക്ഷ തെറ്റ് ചെയ്തപ്പോൾ തലമുറകളിലേക്ക് വ്യാപരിച്ചു. ഏതെങ്കിലും ഒരു വഴിയിലൊക്കെ ഈ ശാപം വന്നു കയറാം. അപ്പം വഴി വരാം, അമ്മ വഴി വരാം, അപ്പൻ്റെ അപ്പം വഴി വരാം, അമ്മയുടെ അപ്പം വഴി വരാം, അപ്പൻ്റെ അമ്മ വഴി വരാം. ഏതെങ്കിലും ഒരു ശാഖയിലൂടെ, ഒരു ഫാമിലി ലീനേജിലൂടെ കയറി വരാം. ഈ ശാപം പേറി നടക്കുന്ന മനുഷ്യരെ ഞാൻ ഒത്തിരി കണ്ടു. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റേ പറഞ്ഞിട്ട് കാര്യമില്ല, അനുഭവിക്കാൻ കൂട്ടി വെച്ചിട്ടാണ് കാരണവന്മാർ പോയേക്കുന്നേ, ഇവിടം കൊണ്ടെങ്കിലും തീരുമെന്ന് നോക്കാം. പക്ഷേ ശാപം പേറി നടക്കുന്ന മനുഷ്യൻ്റെ ശാപത്തിന് പരിഹാരമായി കുരിശുമെടുത്തുകൊണ്ട് ഒരുവൻ പോകുകയാണ്. വീണ്ടും എഴുന്നേറ്റാണ് പോകുന്നേ. കുരിശ് ചിലപ്പോൾ ഇങ്ങനെ തോളിൽ കെട്ടിവെക്കാം, കുറിയ സൈഡ്. അങ്ങനെയാണെങ്കിൽ ഭാരമുള്ള കുരിശ് ഇവിടെ വെച്ചാൽ ഒരിക്കലും പുറമോട്ട് വീഴത്തില്ല, മുൻപോട്ട് വീഴത്തുള്ളൂ. കൈകൾ കെട്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൈ കുത്തുന്നതിന് മുമ്പ് മുഖമടിക്കും. മുഖമടിച്ച് വീണരിക്കാം, അവൻ്റെ മുഖം വിരൂപനായി. പ്രവാചകനായ യെശയ്യാവ് പറയുന്നു, അവനെ കണ്ടാൽ ആളറിയാതെ പോയി. ഇതിനെ ആളറിയാതെ അവൻ മാറിയത്. പ്രിയരെ, എന്ത് സൗന്ദര്യമായിരുന്നു ആ ചില മക്കളുടെ മുഖത്ത്. പക്ഷേ ഇന്ന് മദ്യം അവിടെ കണ്ണിൻ്റെ പ്രകാശം കളഞ്ഞു. കണ്ണെല്ലാം ചുമന്ന്, താടിയെല്ലാം വളർത്തി, ദേഹം ക്ഷയിച്ച്, കണ്ടാൽ ആളറിയാത്തവരെ പോലെ പാപം വിരൂപപ്പെടുത്തിയ മനുഷ്യൻ്റെ ആത്മസൗന്ദര്യം വീണ്ടെടുക്കാൻ അവൻ വിരൂപനായിട്ട് മാറി. അവൻ വിരൂപനായി മാറി. കുരിശൻ ചുമന്നുകൊണ്ട് പോകുകയാണ്. 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെട്ടു. എന്തിനാണ് ഈ ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്? പ്രിയരെ, നമുക്ക് പകരം അവിടെ നമ്മുടെ ശാപം വഹിക്കുക. ക്രിസ്തു സ്വന്തം തോളിൽ തലയായിച്ചു മരിച്ചു. എലോഹി എലോഹി ലമ്മാ ശബക്താനി, എൻ്റെ ദൈവമേ അങ്ങനെ കൈവിട്ടത്. മരിച്ചു മരിച്ചു മരിച്ചു. തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ കേട്ടിട്ടുണ്ട്. കഥ ഞാനോ
നടന്നതാണോ അറിയില്ല. എങ്കിലും നടന്നതുപോലെ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു സംഭവം. വർഷങ്ങൾക്ക് മുമ്പാ ഒരമ്മയ്ക്ക് 2 ഇരട്ട മക്കളാണ്. ഒരേപോലെ ഇരിക്കുന്ന ഇരട്ട മക്കളാണ്. ഒരാൾ ചേട്ടൻ, ഒരാൾ അനിയൻ. ആദ്യം വന്നവനെ എന്തെന്ന് വിളിക്കും? ചേട്ടൻ. തൊട്ട് പുറകെ വന്നവൻ അനിയൻ. കണ്ട വ്യത്യാസമില്ല, അവരെ ഒരുപോലെ ഇരിക്കുന്ന. പക്ഷേ ഇവരുടെ സ്വഭാവം രണ്ടായിരുന്നു. ചേട്ടൻ പരമസാധു, പരമശാന്തൻ, സൺഡേ സ്കൂളിൽ പോകുന്നവൻ, നല്ലവൻ, മിടുക്കൻ. അനിയനോ താൻ തോന്നി, വഴക്കാളി, ചുക്ക് ചേരാത്ത കഷായില്ലെന്ന് പറയുന്നവർ. ഇവനില്ലാത്ത വഴക്കില്ല. ഇവൻ്റെ വഴക്കുകൾ പ്രായം കൂടുന്തോറും ഇവൻ്റെ സ്വഭാവങ്ങൾ, വഴക്കുകളും വയ്യാവേലികളും കൂടി വന്നു. അവൻ്റെ മനം വഴിതെറ്റിയ പോക്കിൽ മനമെടുത്ത് അപ്പം മരിച്ചു. അമ്മ മരിക്കാറായപ്പോൾ ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, അവൻ നിൻ്റെ അനിയൻ, ഇനിയും ഭൂമിയിൽ അവൻ അപ്പനില്ല അമ്മയില്ല, നീ മാത്രം. കൈവിടല്ല അവനെ, കൈവിടല്ലേ, നീയേ ഉള്ളു കൂടപ്പുറപ്പായി. അമ്മ മരിച്ചിട്ടും ചേട്ടൻ്റെ ഉപദേശങ്ങൾക്ക് അവനെ മാറ്റം വരുത്തിയില്ല. അവൻ്റെ വഴിവിട്ട പോക്കുകൾ കൂടുതലായി ആ യാത്രയെ അവൻ പൊയ്ക്കൊണ്ടിരുന്നു. ഒരു ദിവസം അവൻ്റെ യാത്രയിൽ എവിടെയോ വഴക്ക്, ആൾക്കൂട്ടമായിട്ട് ഏറ്റുമുട്ടി. അവൻ്റെ കയ്യിലിരുന്ന ആയുധം കൊണ്ട് അവൻ അനേകരെ ആക്രമിച്ചു. പലർക്കും ആഴമേറിയ മുറിവേറ്റു. ഒരാൾ കൊല്ലപ്പെട്ടു. ജനക്കൂട്ടം ഇവൻ്റെ പുറകെ ഓടി. അവനൊരു സൈഡ് പിടിച്ച് എങ്ങനെയൊക്കെ ഓടി, വീണും അടിയേറ്റും ഓടിയും ഓടി വീട്ടിലെത്തി. എന്തോ സംഭവിച്ചിട്ടുണ്ട്. വാർത്തകൾ കേട്ടു. ചേട്ടൻ അനിയൻ എവിടെയാണെന്ന് അറിയില്ല, അവനെ കാത്തോണെന്ന് പറഞ്ഞ് പരമസാധുവായ ചേട്ടൻ അമ്മയ്ക്ക് കൊടുത്ത വാക്കാ, നോക്കിക്കോളാം. ചേട്ടൻ മുട്ടയ്ക്ക് നിന്ന് കൈകൾ വിരിച്ച് അനിയന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സന്ധ്യയാകുന്നു. വീടിൻ്റെ പുറകിലൊരു മുട്ട് കേൾക്കുന്നു. മുട്ട് കേട്ട് ചെന്ന് തുറന്നപ്പോൾ അനിയന. ദേഹം മുഴുവൻ മുറിവ്, ചോര, കീറിയ ഷർട്ട്. എന്ത് പറ്റിയടാ? പിന്നെ പറയാം ചേട്ടാ, അകത്ത് കയറി. എന്നോട് നീ ഒന്നും ചോദിക്കില്ലേ, ഞാനൊരാളെ കൊന്നു. അവർ എൻ്റെ പുറകെ ഉണ്ടോ? ചേട്ടൻ പെട്ടെന്ന് പറഞ്ഞു, ഷർട്ടെല്ലാം ചോരയാ, ഷർട്ടൂര്, മുണ്ടൂര്, നീ പെട്ടെന്ന് കുളിച്ച് വന്ന് അവനെ തൻ്റെ ഉടുപ്പും മുണ്ടും ഉടിയിച്ചു. ഉടുപ്പും മുണ്ടും മാറി ചേട്ടൻ്റെ ഉടുപ്പും മുണ്ടും ഇട്ട് കുളിച്ച് നിൽക്കുമ്പോൾ ജനക്കൂട്ടം വരുന്നു. മുമ്പിലത്തെ കതക് ചവിട്ടി പൊളിക്കുക. അനിയന് ചിന്തിക്കാൻ സമയം കൊടുക്കുന്നതിന് മുമ്പ് ചേട്ടൻ ഈ അനിയൻ്റെ ഷർട്ടും മുണ്ടും എടുത്തെടുത്തു. ജനക്കൂട്ടത്തിൽ നേരെ ഇറങ്ങിച്ചെന്നു. അവർ അവനെ പിടിച്ചു, കയ്യും കാലും കെട്ടി ജയിലിലേൽപ്പിച്ചു, പോലീസ് സ്റ്റേഷനിലേൽപ്പിച്ചു. പോലീസ് കോടതിക്ക് കൈമാറി. കോടതി വിധിച്ചു അവനെ തൂക്കിക്കൊല്ലാൻ വരുന്നതിൻ്റെ തലേ രാത്രി അനിയൻ ചേട്ടനെ കാണാൻ പോയി. പറഞ്ഞു, ചേട്ടാ, ഞാൻ ഈ വിവരം എല്ലാവരോടും പറയും. ഞാനാ കൊന്നത്, ഞാനാ ശിക്ഷയേക്കേണ്ടത്. ചേട്ടൻ പറഞ്ഞു, ആരോടും പറയല്ലേ, ഞാനും നീ മാത്രം അറിഞ്ഞാൽ മതി. നാളെ ഞാൻ തൂക്കിലേറ്റും. പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം, നീ പുറത്തു പോകണം. ഇന്ന് മുതൽ നീ ചേട്ടനായി ജീവിക്കണം, ചേട്ടന് വേണ്ടി ജീവിക്കണം, ചേട്ടനെ പോലെ ജീവിക്കണം. വാക്ക് പറഞ്ഞേ. അനിയൻ പൊട്ടിക്കരഞ്ഞു. ചേട്ടൻ പറഞ്ഞു, കരയരുത്, നിൻ്റെ അമ്മയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തതാ. അനിയൻ പുറത്തേക്ക്, ചേട്ടൻ കൊലമരത്തിലേക്ക്. ഇത് തന്നെയാണ് കാൽവറി നടന്നത്. നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെ ലോകത്തേക്കും ജീവൻ്റെ ലോകത്തേക്കും നടക്കാൻ നമുക്ക് പകരം ഒരാൾ കാൽവറി മരിച്ചു. എന്തിനാ മരിച്ചേ? പകരമാണ് മരിച്ചേ. ഈ പകരം മരിച്ചവൻ ഹൃദയത്തിൽ സ്വീകരിച്ച ചേട്ടൻ മരിക്കുമ്പം അനിയനോട് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, നീ പുറത്തു പോകണം, എനിക്ക് വേണ്ടി ജീവിക്കണം, ഞാനായി ജീവിക്കണം, എന്നെപ്പോലെ ജീവിക്കണം. ഈ രാത്രി ക്രിസ്തു ആവശ്യപ്പെടുന്ന അതേ ഉള്ളൂ, നിനക്ക് പകരം ഞാൻ മരിച്ചു. ചെല്ലെങ്കിലും ചോദിക്കും, ദൈവം മരിക്കുമോ? ദൈവത്തിന് മരിക്കാനൊക്കുമോ? ഇല്ല, ദൈവം മരിക്കില്ല. പക്ഷെ ക്രിസ്തു മരിച്ചു. എന്തിനാ? പാപം മൂലം മരണത്തിനടിമപ്പെട്ട മനുഷ്യനെ രക്ഷിക്കാൻ നമുക്ക് പകരം ഒരാൾ മരിച്ചു. ക്രൂശിന്മേ കാണുന്ന ആരിതാ, ക്രൂശിന്മേ പ്രാണനാഥ
രാത്രി നമുക്ക് പകരം മരിച്ചൊരു ക്രിസ്തുവുണ്ട്. ക്രിസ്തു നമുക്ക് പകരം മരിച്ചു പ്രിയരെ. നമ്മൾ മരിക്കേണ്ടടുത്ത് ക്രിസ്തു മരിച്ചു. ഇവരെ മരിച്ചേ മരണത്തിനപ്പുറത്തേക്കുള്ള ഒരു ലക്ഷ്യം മനുഷ്യന് അറിയില്ല. കാരണം അതിനപ്പുറം എന്താണെന്ന് മനുഷ്യർക്ക് അന്ന് വരെ അറിയത്തില്ല. ആരും മരിച്ചിട്ട് അപ്പുറം പോയിട്ട് ഇപ്പുറം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ മരണത്തിനപ്പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് അവ്യക്തതകളാണ്. ചിലർ വിശ്വസിക്കുന്നു മനുഷ്യൻ മരിച്ചിട്ട് പുനർജന്മത്തിലൂടെ പലതായി ജീവിക്കും. അവ്യക്തമായ കാഴ്ച. ചിലർ പറയുന്നു മറ്റ് പലത് വിശ്വസിക്കുന്നു. എന്തുവാകട്ടെ, എല്ലാ ബഹുമാനത്തോടെ എല്ലാത്തിനെയും കണ്ടുകൊണ്ട് പറയട്ടെ, വ്യക്തമായൊരു ബോധ്യം മരണത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ച് കൊടുക്കണമെങ്കിൽ ഒരാൾ മരിച്ചിട്ട് തിരിച്ചു വരണം. ചരിത്രത്തിൽ ഒരേ ഒരാൾ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് തിരിച്ചു വന്നു, അത് ക്രിസ്തുവാണ്. എന്നിട്ട് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. മരണത്തിനപ്പുറമുള്ളൊരു വാതിൽ തുറന്നു തരാൻ അവിടെ നമുക്ക് വേണ്ടി മരിച്ചു. എങ്ങനെ ആ വാതിലിലേക്ക് നമുക്ക് നടക്കാം? വിശ്വസിച്ച് നടക്കാം. കുരിശിൻ്റെ വഴിയാണ്. ഈ വഴിയുടെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഈ വഴി വളരെ ഞെരുക്കമുള്ളൊരു വഴിയാണ്, വിശാലപ്പെട്ടൊരു വഴിയല്ല. ആ വഴി ചെന്നെത്തുന്നത് ക്രിസ്തുവിൻ്റെ അടുക്കലേക്കാണ്. അവിടെ നിത്യജീവന. മുട്ടുവീൻ തുറക്കപ്പെടും, അന്വേഷിപ്പീൻ കണ്ടെത്തും. കണ്ടോ? ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ്. പക്ഷേ ഈ മനുഷ്യർക്ക് ഇത് വേണ്ട. അവരെയും പലപ്പോഴും പിശാച് തെറ്റിദ്ധരിപ്പിക്കുക, വിളിക്കുക. വിശാലപ്പെട്ട ഒരു വഴിയിലൂടെ നടക്കുക. അവിടെ മദ്യമുണ്ട്, അവിടെ വഴക്കുണ്ട്, അവിടെ അധാർമികമായ ലൈംഗിക ജീവിതമുണ്ട്, ഇഷ്ടം പോലെ ജീവിക്കാം. പക്ഷേ ഈ വഴി അത് ഒക്കില്ല, ഞെരുക്കമുള്ളൊരു വഴിയാണ്. പക്ഷെ ചെന്നെത്തുന്നതോ നിത്യജീവൻ്റെ വിശാലതയാണ്. പണ്ടൊരു കഥ കേട്ടു, കഥയെ ഇഷ്ടപ്പെട്ടു, പറയട്ടെ. കഥയാ. ഒരു മനുഷ്യൻ, മത്തായിച്ചൻ, മരിച്ചുപോയി. MM മത്തായിയ, അങ്ങനെ പേരുണ്ടെങ്കിൽ ക്ഷമിക്കണേ. എന്നും ഇച്ചിരി അടിക്കും, അടിച്ച് പൂക്കുറ്റിയായിട്ടേ വരത്തുള്ളൂ. അല്ലെങ്കിൽ വളരെ അടിച്ച് ആഘോഷമായിട്ട് അങ്ങനെ സുഖിച്ചങ്ങ് ജീവിച്ചു. ചത്തുപോയി. പുള്ളി മരിച്ച് മേളിൽ ചെന്ന ദിവസം, കഥയാകട്ടോ, മേളിൽ ചെന്ന ദിവസം 1,00,000 പേര് ഒന്നിച്ചൊരിടത്ത് ചത്തുപോയി. ഭൂകമ്പമായിരുന്നു. അവരുടെ എല്ലാം കൂടെ ആത്മാക്കൾ അവിടെ വന്നു. അതിനകത്ത് MK മത്തായി ഉണ്ട്, MS മത്തായി ഉണ്ട്. സ്വർഗത്തിൽ പോകേണ്ടവരുണ്ട്, നരകത്തിൽ പോകേണ്ട. പത്രോസ് കഥയാ. പത്രോസ് വാതിക്കിരുന്ന് എല്ലാവർക്കും ചീട്ട് കൊടുക്കുക. അപ്പോൾ ഈ ചീട്ട് കൊടുത്ത് വന്നപ്പോൾ MM മത്തായിക്ക് അറിയാതെ സ്വർഗത്തിലേക്ക് തെറ്റിപ്പോയി. സ്വർഗത്തിൻ്റെ ചീട്ടാണ് കൊടുത്തേ. മത്തായിച്ചൻ സ്വർഗത്തിൽ ചെന്നു, അടിച്ച് പുക്കറ്റിയായിട്ടാണ്. പുള്ളിക്ക് അവിടെ ചെന്നപ്പോൾ ഒരു രസവും തോന്നിയില്ല. കാരണം അബ്രഹാം പിതാവ് അവിടെ ഇരിക്കുന്നു, യോഹന്നാൻ ശ്യാമ ഇരിക്കുന്നു, എന്ത് വേണ്ട വിശുദ്ധന്മാരെല്ലാം ഇരിക്കുന്നു. അവരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക, യഹോവ പരിശുദ്ധൻ 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 പരിശുദ്ധൻ. പുള്ളിക്ക് ഒരു രസം തോന്നുന്നില്ല, ഒരു രസം തോന്നുന്നില്ല. പുള്ളിക്ക് ഇച്ചിരി അടിക്കണം. അപ്പോഴാണ് അപ്പുറത്തോട്ട് നോക്കിയപ്പോൾ ഒരു കണ്ണാടി വാതിലിനപ്പുറത്ത് ഭയങ്കര DJ പാട്ടാണ്. എന്താണ്? അടിച്ച് പൊളിച്ച് പാടുക അവർ. മംഗല്യം തന്തനാന ജീവിതം കുന്തനാന അടിച്ചവർ പൊളിച്ച് പാടി തകർക്കുക. പാലാപ്പള്ളി തിരുപ്പള്ളിയൊക്കെ അടിച്ച് തകർക്കുക, സിനിമാറ്റിക്ക. അതിനിടയ്ക്ക് നല്ല ഒന്നാം തരം പെൺപിള്ളേർ മിടിയൊക്കെ ഇട്ട്, ടോപ്പൊക്കെ കൊച്ചു മിടിയൊക്കെ ഇട്ട്, ഒരു താലത്തിൽ ക്രിസ്റ്റൽ ഗ്ലാസ്, നല്ല സ്പടിയ ഗ്ലാസ് സ്കോച്ചൊക്കെ ആയിട്ട് പോന്നു. വേണം, ഫ്രീയാ. ഇപ്പം എല്ലാവരും ഇങ്ങനെ മേടിച്ച് DJ ഒക്കെ പാടി ടിസ്പ് ചെയ്ത് നടക്കുക. അപ്പോൾ പുള്ളി ചോദിച്ചു, അതെന്താ? നരക. എൻ്റെ പൊന്ന് പത്രോസേ, എന്നെ അങ്ങോട്ട് വിട്ടേക്കാവോ? പത്രോസിന് പുറത്ത് വലിയ കാര്യം, പൊക്കോ, തെറ്റിക്കൊണ്ടെന്നല്ലേ. ചീട്ടം കൊടുത്തങ്ങ് വിട്ടു. പുള്ളി അവിടെ ചെന്ന് DJ ഡാൻസ് ഇതൊക്കെ മേടിച്ച് ടിക്കിടി കീടി അടിച്ചങ്ങോട്ട് പോകുകയും കാല് തന്നെ നേരെ ചെന്ന് വീണത് തീക്കത്തോട്ടാ. അപ്പം പുള്ളി ചോദിച്ചു, ഇതെന്തവാ? ഇത് നരകം. അപ്പോൾ ആ കണ്ടതോ റിസപ്ഷനാ, നരകത്തിൻ്റെ റിസപ്ഷനാ. ഇത് തന്നെയാണ് മനുഷ്യർക്ക് പറ്റുന്നത്. ഇത് കാണിച്ച് പിശാചിക്ക് വിളിക്കും, ചെന്നെത്തുന്ന അവിടെ. പക്ഷേ ഈ വഴി കുരിശിൻ്റെ വഴിയാ. ഈ വഴി കുരിശിൻ്റെ വഴിയാ. ഈ വഴി നിന്നയുടെ വഴിയാണെങ്കിലും ചെന്നെത്തുന്ന ഒരു സ്ഥലമുണ്ട്. ഇന്ന് രാത്രി നമുക്ക് പകരം മരിച്ച ഒരാൾ, എനിക്ക് ഈ പുളിയമ്പല ദേശത്തോട് പറയാൻ ഒരു കാര്യമുള്ളൂ. ക്രിസ്തു ക്രൂശി നടത്തിയത് ഒരു എക്സ്ചേഞ്ചാണ്. ഇന്ന് നമ്മൾ എക്സ്ചേഞ്ചിൻ്റെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. പണ്ടത്തെ എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നു. ചേന കൊടുത്താൽ കാച്ചിൽ കിട്ടും, നെല്ല് കൊടുത്താൽ ഗോതമ്പ് കിട്ടും. കാലം മുമ്പോട്ട് പോയപ്പോൾ എന്ത് പറ്റി? നമ്മുടെയൊക്കെ കയ്യിലുള്ളത് കൊടുത്താൽ
പഴയ മിക്സി കൊടുത്താൽ പുതിയ മിക്സി കിട്ടും, ഇച്ചിരി പൈസ. പഴയ കാറ് കൊടുത്താൽ പുതിയ കാറ് കിട്ടും. പഴയ എന്ത് കൊടുത്താലും പുതിയത് കിട്ടും. പക്ഷെ പഴയ മനുഷ്യനെ കൊടുത്താൽ പുതിയ മനുഷ്യനാക്കുന്നോട്ടം കാണിക്കാമോ? നരച്ചവനെ കറുപ്പിക്കും, കറുപ്പിച്ചവനെ ചെമ്പിപ്പിക്കും, അത് വേറെ കാര്യം. പക്ഷെ പഴയ മനുഷ്യനെ പുതിയ മനുഷ്യനാക്കുന്ന ഇടമുണ്ടോ? ഉണ്ട്. ആ എക്സ്ചേഞ്ചിന് പേരാ കാൽവറി. പഴയ മനുഷ്യൻ അവിടെ ചെന്നാൽ, ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ക്ഷണിക്കുക, ഈ ദേശത്തെ ക്ഷണിക്കുക. 24/7 ഫ്രീ ആയിട്ട് കിടക്കുന്നൊരു എക്സ്ചേഞ്ചാണ്. അവിടെ രോഗി ചെന്നാൽ രോഗസൗഖ്യം, അവൻ്റെ രോഗം അവൻ്റെ മേലാകും, അവിടുത്തെ സൗഖ്യം അവൻ്റെ മേലാകും. രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, മദ്യം ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല. ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ തൻ്റെ മേൽ എനിക്ക് പകരം ശിക്ഷയേറ്റ ഒടുവിൻ്റെ അടുക്കൽ ചെന്നാൽ രക്ഷ, ശിക്ഷയ്ക്ക് പകരം രക്ഷ, നിത്യജീവൻ. നമ്മുടെ മരണം അവിടുത്തെ മേൽ, അവിടുത്തെ ജീവൻ നമ്മുടെ മേൽ. ഈ രാത്രി ആ എക്സ്ചേഞ്ചിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുക. ആ ചേട്ടൻ അനിയോട് പറഞ്ഞ വാക്ക് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. നീ പുറത്തു പോകണം എനിക്ക് വേണ്ടി, ഞാൻ നിനക്ക് വേണ്ടി കുരിശിൽ. ഈ രാത്രി എനിക്ക് പകരം മരിച്ച കർത്താവ്, ആ മരണം എങ്ങനെ നമ്മുടെ മരണമാക്കാം? ബാലസ് സ്വീകരിച്ചതുപോലെ എൻ്റെ ഹൃദയത്തിൽ ഇടവുണ്ട് അങ്ങേക്കെന്ന് പറയുമ്പോൾ, അവൻ ഇച്ചിരി വലിയ ബുദ്ധിയൊന്നുമുള്ളവനല്ല, പക്ഷെ അത് പറയാനുള്ളൊരു ബുദ്ധി അവനുണ്ടായിരുന്നു. ഇവിടെ ഇടവുണ്ടെന്ന്. മനുഷ്യന് വേണ്ടത്, ദൈവത്തിന് വേണ്ടത് നമ്മുടെ കോൺക്രീറ്റ് കെട്ടിടത്തിൻ്റെ ഇടമല്ല, ഞാൻ നിർമ്മിച്ച എൻ്റെ മനുഷ്യൻ്റെ ഹൃദയത്തിൽ എനിക്കൊരു ഇടം വേണം. ഈ രാത്രി അങ്ങനെ കൊടുക്കാമോ? 2, അവന് പകരം ജീവിക്കാമോ? 3, അവൻ നമുക്ക് വേണ്ടി മരിച്ചു. യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നു, എങ്ങനെ ആ മരണം നമ്മുടെ മരണമാക്കാം? റോമാലേഖനം 6-ാം അധ്യായത്തിൽ ക്രിസ്തു കൃത്യമായിട്ട് പറയുന്നു, അങ്ങനെ സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ കുഴിച്ചിടപ്പെടും. അവൻ്റെ മരണത്തിൽ പങ്കുചേർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെടും. അങ്ങനെ കുഴിച്ചിടപ്പെട്ടാൽ, അവൻ്റെ മരണത്തിൽ പങ്കുചേർന്നാൽ, അവൻ്റെ മരണത്തോട് ഏകീഭവിച്ചാൽ, പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോട് എന്തു ചെയ്യും? ഏകീഭവിക്കും. മരണത്തിൽ പങ്കുചേർന്നാലേ പുനരുത്ഥാനം കിട്ടത്തുള്ളൂ. പുനരുത്ഥാനത്തിൽ പങ്കുചേരാൻ ഒറ്റ വഴി, മരണത്തിൽ പങ്കുചേരണം. 2000 വർഷം മുമ്പ് നമുക്ക് വേണ്ടി മരിച്ച യേശുവിൻ്റെ മരണത്തെ നമ്മുടെ മരണമാക്കാൻ കർത്താവ് അനുവദിച്ചിരിക്കുന്ന ഒരു വഴിയാണ് സ്നാനം. ഒരു സ്നാന ജലാശയത്തിലേക്ക് ഒരു വ്യക്തി എന്നിട്ട് യേശുവിൻ്റെ മരണത്തെ സ്വീകരിച്ചിട്ട് അവനെ അവിടുന്ന് എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിച്ച് കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് സ്നാനത്തിൽ കുഴിച്ചിടപ്പെടുമ്പോൾ ഒരു കാര്യം സംഭവിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ മരണം എൻ്റെ മരണമാണെന്ന് ലോകത്തോട് പറയുക. അവൻ്റെ മരണത്തിൽ പങ്കുചേരുക. മനസ്സിലാവുന്നുണ്ടോ? അവൻ്റെ മരണത്തിൽ പങ്കുചേരുക. എന്തിനാ ഈ ലോകത്തെ സ്നാനപ്പെടുമ്പോൾ ഇത്ര പ്രശ്നമുണ്ട്? സ്നാനത്തോടു കൂടി ലോകത്തിൻ്റെ മരണത്തിൻ്റെ പിടി പൊട്ടുക. അത് വിടാതിരിക്കാൻ പിശാച് ആകും നോക്കും. ഈ രാത്രി ഞാൻ ചോദിച്ചോട്ടെ, എനിക്ക് സ്നാനപ്പെടാൻ ഒത്തിട്ടില്ല ഇതുവരെയും, പക്ഷേ യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. യേശുവിൻ്റെ മരണം എൻ്റെ മരണമാക്കണമെന്ന്, അതിനുള്ള വഴിയാണ് സ്നാനമെന്ന് റോമാലേഖനം 6-ാം അധ്യായം എന്നെ പഠിപ്പിക്കും. ഞാൻ ക്രിസ്തുവിനെ ധരിക്കുക, എനിക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട എൻ്റെ യേശുവിൻ്റെ മരണത്തോട് പങ്കുചേരുക. ഈ രാത്രി എനിക്ക് എൻ്റെ ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കുചേർന്ന് സ്നാനത്തിൽ അവൻ്റെ മരണം എൻ്റെ മരണമാക്കാൻ ഒരാഗ്രഹമുണ്ട്. ഇന്ന് സ്നാനപ്പെടണമെന്ന് ഞാൻ പറയത്തില്ല, ഒരവസരം കിട്ടിയാൽ എനിക്ക് തന്നെ ആഗ്രഹമുണ്ട്. ഒരാറ്റിൽ സ്നാനം നടക്കുക, വർഷങ്ങൾക്ക് മുമ്പാണ്, ഇന്നേക്കൊരു 50 വർഷം മുമ്പ്. സ്നാപകൻ ചോദിക്കുന്നു, ആരെങ്കിലും ഉണ്ടോ സ്നാനപ്പെടാൻ? ഉടുതുണിക്ക് മറുതുണി എടുക്കാതെ അതുവഴി പോയി എൻ്റെ അമ്മ നന്നാ ചെറുപ്പം, കല്യാണം കഴിഞ്ഞിട്ട് മാസങ്ങൾ മാത്രം, ആരോടും ആലോചന ചോദിക്കാതെ നേരെ ആറ്റിലിറങ്ങി. സ്നാനപ്പെട്ട് കയറി വന്നപ്പോൾ ആരോ തുണി കൊണ്ടുവന്ന് പുതപ്പിച്ചു. കാരണം മാറാൻ തുണിയില്ല, തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഈയിടെ ഇവൻ ഇന്നിവിടെ നിൽക്കുന്നത് അന്ന് അമ്മ ഇറങ്ങിയത് കൊണ്ടാണ്. അവൻ്റെ മരണത്തോട് സ്നാനപ്പെടിച്ചു തരാൻ എനിക്കിതുവരെ അങ്ങനത്തെ അവസരം കിട്ടിയിട്ടില്ല. പക്ഷേ എനിക്കതിനൊരു ആഗ്രഹമുണ്ട്. കുഞ്ഞുങ്ങളെ, പ്രിയമുള്ളവരെ, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എനിക്കങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ട്. ഞാൻ ഇന്ന് സ്നാനപ്പെടണമെന്നോ നാളെ സ്നാനപ്പെടണമെന്നല്ല, പക്ഷേ ഇതൊരു സത്യമാണ്. എനിക്ക് ഒരവസരം ആഗ്രഹമുണ്ട്. ക്യാമറ അവിടെ നേരെ ഫോക്കസ് ചെയ്യേണ്ട, കാരണം ഇത് വ്യക്തിപരമായൊരു കാര്യം. അങ്ങനെ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവെക്കാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.
ദൈവം എനിക്ക് മറ്റാരെങ്കിലും എനിക്ക് സ്ഥാനപ്പെടണം, കർത്താവിൻ്റെ കൂടെ ചേരണം. വാലസ് പറയുക, എനിക്കിടമുണ്ട് എൻ്റെ സത്രത്തിൽ. ഞാൻ ഇന്നുവരെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടില്ല. എനിക്ക് പകരം അടിയേറ്റ, എനിക്ക് പകരം മരിച്ച എൻ്റെ ക്രിസ്തുവിൻ്റെ മകനായി, എൻ്റെ ക്രിസ്തുവിൻ്റെ മകളായി എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ ശിഷ്ടായുസ് ഞാൻ അവന് വേണ്ടി ജീവിക്കും. അങ്ങനെ തീരുമാനിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കരം ഉയർത്താമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എനിക്ക് ലഭിച്ച എൻ്റെ ആയുസ് ഇനി കർത്താവിന് വേണ്ടി. അങ്ങനെ ആഗ്രഹിക്കുന്നവരൊന്ന് കരം ഉയർത്തിക്കേ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ യേശുവിൻ്റെ സാക്ഷികളായി എനിക്ക് ജീവിക്കണം. യേശു മരിച്ചു. ലോകത്തോട് പറയാനൊരു കാര്യമുണ്ട് നമുക്ക്, നിങ്ങളിനി മരിക്കേണ്ട. യേശു മരിച്ചു. യേശു നമുക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് ഇനിയും ഞാൻ മരിക്കേണ്ട. ലോകത്തിലെ ഏറ്റവും വലിയ പുണ്യപ്പെട്ട കാര്യം കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ ഊഴിയക്കാരാകുക, കർത്താവിൻ്റെ വേല ചെയ്യുക. ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയ സാക്ഷ്യങ്ങൾ തനിക്ക് കിഡ്നിയുടെ രോഗമായിരുന്നു. മരിച്ചെന്ന് തീരുമാനിച്ചപ്പോൾ സൗഖ്യമാക്കിയ കർത്താവിനോടുള്ള ഭക്തിയുടെ ആദരകമായി നീട്ടിക്കിട്ടിയ ആയുസ് കർത്താവിന് വേണ്ടി ഓടുകയാണ്. കഴിയുന്ന രീതിയിലൊക്കെ എന്തൊക്കെയോ ചെയ്യുക. വലിയ കഴിവുകളൊന്നും വേണമെന്നില്ല, പക്ഷെ മനസ്സുണ്ടോ ദൈവം ഉപയോഗിക്കും, ആഗ്രഹമുണ്ടോ ദൈവം ഉപയോഗിക്കും. ഈ രാത്രി ഞാൻ ചോദിച്ചോട്ടെ, എൻ്റെ യേശുവിൻ്റെ സാക്ഷിയായി യേശുവിൻ്റെ വേല ചെയ്യണം. എനിക്ക് കർത്താവിൻ്റെ വേല ചെയ്യണം. ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അതാണ്. കർത്താവിൻ്റെ വേലക്കാരാണ്, കർത്താവിൻ്റെ ഊഴിയം ചെയ്യുക. കർത്താവിന് പകരം യേശു മരിച്ചു എന്ന് ലോകത്തോട് പറയുക. കർത്താവിൻ്റെ ഒരു വേലക്കാരനായി ക്രിസ്തു എനിക്ക് പകരം മരിച്ചുവെന്ന്, നിനക്ക് പകരം മരിച്ചുവെന്ന് ലോകത്തോട് പറയാൻ, ഒരു സുവിശേഷകനാകാൻ, സുവിശേഷ വേല ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളോ ചെറുപ്പക്കാരോ ആർക്കും ആകാം. എങ്കിലും എൻ്റെ ശിഷ്ടായുസിൽ ഒരു കർത്താവിൻ്റെ സുവിശേഷ വേല ചെയ്യണം. അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കരം ഉയർത്തിക്കേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കരം ഉയർത്തി പിടിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുക, കർത്താവിൻ്റെ വേല ചെയ്യുക. നമുക്ക് പകരം മരിച്ചില്ലേ ഒരാൾ? പുളിയമല ദേശമേ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. പിതാവേ, പല രീതികൾ തീരുമാനങ്ങൾക്കായി കരം ഉയർത്തിയ ഓരോരുത്തരെയും ഞങ്ങൾ പരിശുദ്ധമായ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ അവരുടെ മേലുണ്ടാകട്ടെ. ഞങ്ങൾ ഇവരെ അങ്ങയുടെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു, യേശുവിൻ്റെ നാമം തന്നെ. ആമേൻ. പുളിയമല ദേശമേ, സ്വയം പാപത്തിന് അടിമപ്പെട്ട മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ഒരു പകരം യേശു ശിക്ഷയേറ്റു. പകരം നിങ്ങളറിയണം, പകരം ഒരാൾ അടിയേറ്റു. എന്തിന്? എനിക്ക് നിനക്കും പകരം. നമുക്ക് വേണ്ടി അടിയേറ്റു. നമ്മൾ മരിക്കേണ്ടതിന് പകരം ഒരാൾ മരിച്ചു. യേശു മരിച്ചു. ഇനി നീ മരിക്കേണ്ട, നിനക്ക് പകരം ഒരാൾ മരിച്ചു. എന്നിൽ വിശ്വസിക്കുന്നത് മരിച്ചാലും ജീവിക്കാം. ആ കർത്താവ് നമ്മെ ചേർക്കാൻ വേഗം വരാറായി. യേശു മരിച്ചു. ഈ വചനം ജസ്റ്റ് കേട്ടു പോകുന്നവർക്കൊന്നും തോന്നത്തില്ല, പക്ഷെ ഇത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത് ജീവരക്ഷ ശക്തിയായിട്ട് വ്യാപരിക്കും. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാ, രക്ഷിക്കപ്പെടും നമുക്കത് ദൈവശക്തിയായി വ്യാപരിക്കും. ഈ രാത്രി ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ദൈവശക്തിയായി രോഗസൗഖ്യമായി വ്യാപരിക്കട്ടെ, ശാപമുക്തിയായി വ്യാപരിക്കട്ടെ, പാപമോചനമായി വ്യാപരിക്കട്ടെ, ചില അടിമത്തങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യമായി വ്യാപരിക്കട്ടെ. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വം, രക്ഷിക്കപ്പെടും നമുക്കത് ദൈവശക്തി. കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ചാട്ടെ. ക്രൂശിൻ്റെ വചനം, ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തു എന്തിനു ക്രൂശിക്കപ്പെട്ടു? ഈ രാത്രി എളിവന് ദൈവം പ്രകാശിപ്പിച്ച ആ വിശ്വാസ സത്യത്തെ ദൈവം തന്ന കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പുളിയമല ദേശത്തും വന്ന് എന്നെ രക്ഷിച്ച, എനിക്ക് വേണ്ടി മരിച്ച എൻ്റെ കർത്താവ് എന്തിനു മരിച്ചു എന്ന് പറയാൻ ഈ ആയുസ്സിൽ കിട്ടിയ അവസരത്തെ ഒരു വലിയ ഭാഗ്യമായി ഞാൻ കാണുകയാ. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, ക്ഷണിച്ചവർക്ക് നന്ദി പറയുന്നു. മകനെ, നീ അവൻ്റെ പ്രാണൻ്റെ വിലയാ. ചങ്ക് തകർന്ന് അവൻ നമ്മെ സ്നേഹിച്ചതാ. അതുകൊണ്ട് ഇനിയും പാപത്തിൻ്റെ വഴിയെ പോകരുത്. ആ വഴി വളരെ വിശാലപ്പെട്ടതാണെങ്കിലും ചെന്നെത്തുന്നത് നാശത്തിൻ്റെ പടുകുടിയിലേക്ക്. ഈ വഴി വളരെ ഞെരുക്കമുള്ളതാണെങ്കിലും ചെന്നെത്തുന്നത് ആരാണെന്ന് അറിയാമോ? അവിടെ ദൈവമുണ്ട്, പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. അവിടെ സ്വർഗീയ സന്തോഷമുണ്ട്, അവിടെ ഭാഗ്യനാടുണ്ട്. അതുകൊണ്ട് പ്രിയനേ, മകനെ, നീ എൻ്റെ പ്രാണന്റെ വിലയാ. ചങ്ക് തകർന്ന ഞാൻ നിന്നെ സ്നേഹിച്ചത്.
മകനേ നീ പ്രാണൻ വിലാ എന്നെന്നും എന്റേതു മാത്രമേ, എന്നെന്നും എന്റേതു മാത്രമേ. മകനേ നീ പ്രാണൻ വിലാ എന്നെന്നും എന്റേതു മാത്രമേ, എന്നെന്നും എന്റേതു മാത്രമേ. എൻ ചങ്കു തകർത്തും നിന്നെ സ്നേഹിച്ചു, എൻ ചോര ചൊരിഞ്ഞും നിന്നെ സ്നേഹിച്ചു. എൻ ചങ്കു തകർത്തും നിന്നെ സ്നേഹിച്ചു, എൻ ചോര ചൊരിഞ്ഞും നിന്നെ സ്നേഹിച്ചു. ആ ശാപമാം ക്രൂശിൽ ഞാൻ തൂങ്ങപ്പെട്ടല്ലോ, ആ ശാപമാം ക്രൂശിൽ ഞാൻ തൂങ്ങപ്പെട്ടല്ലോ. മതിയാവാതെ എൻ പ്രാണനും നൽകി. മകനേ പ്രാണന്റെ വിലയാ. ചങ്ക് തകർത്താ ഞാൻ നിന്നെ സ്നേഹിച്ചു. നീ ഇനി എന്റേതാ, നിനക്ക് വേണ്ടിയാ ഞാൻ മരിച്ചു. ആ കർത്താവിന് വേണ്ടി ക്രൂശിന്റെ വചനം നശിച്ചു വന്നവർക്ക് പോഷത രക്ഷിക്കപ്പെടും. നമുക്കത് ദൈവശക്തിയാണ്. അതുകൊണ്ട് ആ കർത്താവിന് വേണ്ടി നമുക്ക് ജീവിക്കാം, ജീവിക്കാം, ജീവിക്കാം. അവന് വേണ്ടി പോകാം, അവന് വേണ്ടി ജീവിക്കാം, അവിടുത്തോടൊപ്പം ജീവിക്കാം. എന്നിട്ട് അവിടുന്ന് വരുമ്പോൾ അവിടുത്തെ വരവെങ്കിൽ എടുക്കപ്പെടാൻ വേണ്ടി ഒരുങ്ങാം. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പകരം ഒരാൾ ശിക്ഷയേറ്റു. എനിക്ക് പകരം ഒരാൾ ശിക്ഷയേറ്റു. എനിക്ക് പകരം ഒരാൾ മരിച്ചു, 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 മരിച്ചു. ലോകത്തോട് പറയാൻ നമുക്കൊരു സന്ദേശമുണ്ട്. നിനക്ക് പകരം ഒരാൾ മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ ഇനി മരിക്കണ്ട. കരങ്ങൾ ഉയർത്തി എല്ലാവരും കരങ്ങൾ ഉയർത്തി ആ ക്രൂശിനെ ഒന്ന് ധ്യാനിച്ചുകൊണ്ട് ക്രൂശിന്മേൽ
കാണുന്ന നാരിതാ ക്രൂശിന്മേ കാണുന്ന നാരിതാ പ്രാണനാഥൻ എൻ പേർക്കാകുന്നു ഇത്രമാ സ്നേഹത്തെ എത്ര തള്ളി ഞാൻ ഇത്രമാ സ്നേഹത്തെ എത്ര തള്ളി ഞാൻ ഈ മഹാ പാപത്തെ ദൈവമേ ഓർക്കല്ലേ ഈ മഹാ പാപത്തെ ദൈവമേ ഓർക്കല്ലേ ആത്മാവേ പാപത്തിൻ കാഴ്ച നീ കാണുക ആത്മാവേ പാപത്തിൻ കാഴ്ച നീ കാണുക ദൈവത്തിൻ പുത്രനേ ശാപത്തിൽ ആയല്ലോ ദൈവത്തിൻ പുത്രനേ ശാപത്തിൽ ആയല്ലോ ക്രൂശിന്മേ കാണുന്ന താരിതാ ക്രൂശിന്മേ കാണുന്ന താരിതാ എൻ പേർക്കാകുന്നു സ്ഥാനത്തിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാവോ? നമുക്ക് വേണ്ടി പകരമായി വന്ന യേശു നമ്മെ മേൽക്കുവാൻ വേണ്ടിയിട്ട്, നമ്മെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട്, നമ്മുടെ പാപത്തെ എത്രയും വലിയ അവൻ കടും ചുവപ്പായ പാപമായാലും ഹിമപോലെ വെളുപ്പിക്കുന്ന യേശുനാഥന്റെ സ്നേഹം. ഓ, ഞാൻ പാപിയാ. എന്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് ദൂരെയായി മാറി, ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ഈ ശബ്ദപരിയിൽ കേൾക്കുന്ന സ്നേഹിത, ആമേൻ, മാതാവേ, പിതാവേ, നിന്നെ രക്ഷിക്കുവാൻ വേണ്ടിട്ട്, നിന്നെ വിടുവിക്കുവാൻ വേണ്ടിട്ട്
നിന്നെ ശുദ്ധീകരിക്കാൻ വേണ്ടിട്ട് ജീവിതം ഒന്നേ ഉള്ളൂ. ആ ജീവിതത്തിൽ നീ നശിച്ചു പോകരുതെന്നുള്ള ഒറ്റ ആഗ്രഹത്തോടെ തന്റെ ഏകപുത്രനായ ക്രിസ്തുവിനെ നിനക്കായി പകരം നൽകി നിന്നെ വിടുവിക്കുവാൻ വേണ്ടിട്ട്, നിന്നെ മീட்குവാൻ വേണ്ടിട്ട്. ഓ, ഒരു പക്ഷേ ഞാൻ പാപി എന്നുള്ള ഒരു കുറ്റബോധത്തോടെ ഈ ശബ്ദം കേൾക്കുമെങ്കിൽ നിനക്ക് വേണ്ടിട്ടാണ് യേശു മരിച്ചതെന്നുള്ളത് മറക്കരുത്. നിന്നെ രക്ഷിക്കുവാൻ വേണ്ടിട്ടാണ്. എന്താ ചെയ്യണ്ടേ? യേശു കർത്താവേ, ആ യേശു കർത്താവേ, എന്നെ രക്ഷിക്കണേ, എന്നെ ഒരിക്കൽ കൂടി ശുദ്ധീകരിക്കണേ എന്ന് നിന്റെ ആദരം കൊണ്ട് ശബ്ദമുയർത്തി നീ പറയാമോ? ഇനി ഒരു ജീവിതമില്ല. ഈ ശബ്ദം കേൾക്കുന്ന സ്നേഹിത, നാളെ നമുക്ക് ജീവിക്കാൻ കഴിയുമെന്ന് ഒരിക്കലും ഉറപ്പ് പറയാൻ കഴിയില്ല. ഈ ശബ്ദം കേൾക്കുന്നവര് നാളെ ഈ ശബ്ദം കേൾക്കുമെന്ന് നമുക്ക് പറയുവാൻ കഴിയില്ല. ഇന്നേ ദിവസം എന്റെ ഹൃദയത്തിൽ നിന്ന് അപ്പാ എന്നെ മീൾക്കുവാൻ വേണ്ടിട്ട്, എന്നെ രക്ഷിക്കുവാൻ വേണ്ടിട്ട്, എന്റെ പാപവിമോചനത്തിനായി കാൽവാരി ക്രൂശിൽ എനിക്കായി യാഗമായ ആ ക്രിസ്തുവിനെ ഇന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ആ സ്നേഹത്തെ എത്ര പേര് നിങ്ങൾ രുചിച്ചറിയുന്നു? നിനക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞ, നിന്നെ മീட்കുവാൻ വേണ്ടിട്ട് കാണുന്ന അപ്പനോ അമ്മയോ ലോകമോ സ്നേഹിക്കാത്ത ഒരു സ്നേഹമാണ് കാൽവാരി ക്രൂശിൽ നിനക്ക് വേണ്ടി ജീവനായി അർപ്പിച്ച യേശു കർത്താവിന്റെ സ്നേഹം. ഒരു പക്ഷേ ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഒരു മാനസാന്തരത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുമെങ്കിൽ ദയവായി ഈ ശബ്ദം കേട്ട് ആ മാനസാന്തരത്തിനായി ആഗ്രഹിക്കുമെങ്കിൽ ഹല്ലേലൂയ, ഈ സ്റ്റേജിന്റെ മുമ്പിലേക്ക് നിങ്ങൾ വരുമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവദാസൻ അവൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പക്ഷേ എന്നെ ആമേൻ ഹല്ലേലൂയ ആ ക്രൂശിൽ വീണ്ടെടുത്ത യേശു കർത്താവോട് ചേർന്നുമെന്ന് ആ സ്നേഹത്തെ ഞാൻ ഇന്ന് രുചിച്ചറിയുന്നു. ആ സ്നേഹത്തിൽ ഞാൻ ഒന്നും കൂടി ദൈവത്തോട് അടുക്കുന്നു. ആഗ്രഹിക്കുന്ന ഹൃദയമുണ്ടെങ്കിൽ ഹല്ലേലൂയ, അങ്ങനെയുള്ളവർക്കായി പ്രാർത്ഥിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവദാസന്മാരുണ്ടെങ്കിൽ ആ ദൈവദാസന്മാർ അവൻ ദയവായി നിങ്ങൾ വേദിയിലേക്ക് വരുമെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആമേൻ ജനത്തെ നമുക്ക് അനുഗ്രഹിക്കാം. ദൈവദാസന്മാരായി ആമേൻ ഹല്ലേലൂയ, ദൈവസഭയോട് മുഴുനേരമായി ആമേൻ ദൈവവേലയുമായി നിൽക്കുന്ന ദൈവദാസന്മാരുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ വേദിയിലേക്ക് വരണമെന്ന് ഈ ജനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവജനമായ വ്യക്തിപരമായ ഒരു വാക്കിനേക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സന്നദ്ധരാണ്. അങ്ങനെയുള്ളവർ ദയവായി മുമ്പോട്ട് വന്നാട്ട് കർത്തദാസന്മാരുടെ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുമാനപ്പെട്ട് വന്നാട്ട് പ്രാർത്ഥന എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണമെന്ന് വ്യക്തിപരമായി പ്രാർത്ഥിക്കണമെന്നുള്ളവർ ദയവായി മുമ്പോട്ട് വന്നാൽ വേഗത്തിൽ വന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സന്നദ്ധരാണ്, തയ്യാറാണ്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. കാണുന്ന ഒരിക്കൽ കൂടി നിന്നെ വീണ്ടെടുത്ത് ആ യേശുവിന്റെ സ്നേഹത്തെ
പ്രാണനാഥൻ